ടി എം ദീപ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ PhD ചെയ്യുന്നു. സ്വാഗതം DTM ദീപ സുരേന്ദ്രൻ. വേദി താങ്കൾക്ക് കൈമാറുകയാണ്. എല്ലാ മലയാളി ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള പ്രായഭേദമന്യേ പഠിക്കാനും വളരാനും താല്പര്യപ്പെടുന്ന മലയാളികളുടെ കൂട്ടായ്മയായ ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ വാർഷിക സമ്മേളനവും മത്സരങ്ങളുമാണ് ഇന്ന് കുവൈറ്റിലെ ഭവൻസ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ ആതിഥേയത്വത്തിൽ നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് തുടങ്ങിയ മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അവലോകന മത്സരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോ അത് ഇത്തിരി ഗൗരവമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം, നമുക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല നമുക്കറിയാം. പക്ഷെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യം എന്താ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യുക, അവരെന്താണ് ചെയ്യണത് എന്നുള്ളത് ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു താല്പര്യം. നമ്മൾ സ്വയം ജഡ്ജ് ചെയ്യില്ല, മറ്റുള്ളവരുടെ. അപ്പോ ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൽ വന്നിട്ടുണ്ടെങ്കിൽ അവലോകനം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പിന്തുടരേണ്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അവലോകന മത്സരം ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ഇവിടെ അപേക്ഷിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂം മാസ്റ്റർ സാങ്കേതിക വിദഗ്ധർ പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോ ഇവിടെ ഒരു നന്മ നന്നായി പ്രസംഗിക്കാന്, മറ്റുള്ളവരുടെ ജീവിതത്തെ ജഡ്ജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ സമയ നിരീക്ഷണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൽ വന്നപ്പോൾ പഠിച്ചു. അത് നമുക്ക് കുറെ നന്മകൾ ഈ ടോസ്റ്റ് മാസ്റ്റർ കൂട്ടായ്മ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും, നമ്മൾ അറിയുന്ന എല്ലാ മലയാളികൾക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ആലോചിക്കാൻ പറ്റും. അങ്ങനെ ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള നന്മ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നന്മ നമ്മൾക്കും ഉണ്ടാവണം. അതിനായിട്ട് അവരെയൊക്കെ നമ്മളുടെ ക്ലബ്ബുകളിലേക്ക് ക്ഷണിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അവർക്കായിട്ട് ഒരു ക്ലബ്ബ് തുടങ്ങി കൊടുക്കാൻ നമ്മൾക്കായിട്ട് ഒരു ഉദ്യമം, അതിനായിട്ടുള്ള ശ്രമം നമ്മൾ ചെയ്യണം, അതിനായിട്ട് പ്രയത്നിക്കണം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഇവിടെയുള്ള എല്ലാവരും തരും, ഞാനും അതിന് റെഡിയാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും മറ്റുള്ളവർക്ക് ആ നന്മ പകരാൻ വേണ്ടി ചെയ്യാനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും നിങ്ങളുടെ രാജ്യത്തില്, നിങ്ങളുടെ ക്ലബ്ബുകളിൽ നിന്ന്, പിന്നെ വേറെ ഏത് ലെവലുണ്ടെങ്കിൽ അത്, പിന്നെ രാജ്യത്ത് നിന്ന്, ഇതൊക്കെ ജയിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗിക്കാനുള്ള വൈദഗ്ധ്യം എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോ അതിനേക്കാളും നന്നായിട്ട്, അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ പ്രസംഗിക്കാനുള്ള കഴിവ് തരണേ എന്നാവണം നിങ്ങളുടെ പ്രാർത്ഥന. അല്ലാതെ പരസ്പരം മത്സരിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഇവിടെ വന്നിട്ടുള്ള ഈ മത്സരങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്ന സാങ്കേതിക വിദഗ്ധര്, സമയ നിരീക്ഷകര്, ടാലി കൗണ്ടേഴ്സ്, നമ്മളെ ജഡ്ജസ്, പിന്നെ എനിക്ക് ഈ അവസരം തന്നിട്ടുള്ള സംഘാടകര്, ഭവൻസ് ക്ലബിലെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ആശംസകളോടെ ഒരു ഉഷാറ് മത്സരം, ഒരു അസല് മത്സരം നടക്കട്ടെ എന്ന ആശംസകളോടെ നമ്മുടെ അവതാരകയിലേക്ക് ടോസ്റ്റ് മാസ്റ്റർ സ്റ്റേജ്. നന്ദി. വളരെ ഊർജസ്വലമായ വാക്കുകൾ. അടുത്തതായി നമുക്ക് ക്ഷണിക്കാം അവലോകന പ്രസംഗ മത്സര അധ്യക്ഷൻ DTM മോഹനചന്ദ്രൻ NS. 2016 മുതൽ ടോസ്റ്റ് മാസ്റ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യ മലയാളം ഇംഗ്ലീഷ് ടോസ്റ്റ് മാസ്റ്റർ ക്ലബായ അനന്തപുരി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിലും ട്രിവാൻഡ്രം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിലും അംഗമാണ്. 2022-23 ലോക മലയാളം അവലോകന മത്സരത്തിൽ 1ാം സ്ഥാനവും അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനവും നേടി. നിലവിൽ കേരള സംസ്ഥാന സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറി പദവി വഹിക്കുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇന്ന് ഇദ്ദേഹത്തിന്റെ പിറന്നാൾ ആണ്. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുടെയും പേരിൽ അങ്ങേക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞു നിൽക്കുന്നതാവട്ടെ മുൻപോട്ടുള്ള യാത്ര എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം DTM മോഹനചന്ദ്രൻ. വേദി അങ്ങേക്ക് കൈമാറുന്നു. നന്ദി, വളരെ നന്ദി അവതാരക. ഇന്ന് ഞാൻ ഈ ജന്മദിനാശംസ അപ്രതീക്ഷിതമായിരുന്നു. വളരെ നന്ദി. പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റേഴ്സ്, ഈ മത്സരത്തിന്റെ മുഖ്യ വിധികർത്താവ്, മത്സര അധ്യക്ഷൻ, നിങ്ങളെല്ലാവരും
വളരെ അക്ഷമരായി ഈ മത്സരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. നമുക്കറിയാം, ഒരുപക്ഷെ ലോക സംസ്കൃതികളുടെ ചരിത്രത്തിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രസ്ഥാനത്തിലല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിലും മറ്റൊരു സംസ്കാരത്തിലും അംഗങ്ങളുടെ പൂർണ്ണമായ വളർച്ചയെ ഉദ്ദേശിച്ചുകൊണ്ട് സതുദ്ദേശത്തോടു കൂടിയുള്ള അവലോകനങ്ങൾ നടത്തുക എന്നുള്ളത് കണ്ടിട്ടില്ല എന്ന് തീർച്ചയാണ്. ടോസ്റ്റ് മാസ്റ്റർ പ്രസ്ഥാനത്തിൽ മാത്രമേ സഹ അംഗങ്ങളുടെ പുരോഗതിക്കായിട്ട്, അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ അത് പുരോഗമിപ്പിക്കുന്നതിനായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായ അവലോകനങ്ങൾ നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ഈ അവലോകന പ്രസംഗ മത്സരത്തിന് പ്രസക്തി വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ അംഗങ്ങളുടെ അവലോകന നൈപുണ്യം വളർത്തുക, ഏറ്റവും നല്ല അവലോകകരെ കണ്ടെത്തുക, നല്ല അവലോകനങ്ങൾ കേൾക്കുവാൻ അവസരമൊരുക്കുന്നതിലും അതിലൂടെ അംഗങ്ങളെ അവലോകനങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാക്കുക എന്നുള്ളതുമാണ് ഈ മത്സരങ്ങളുടെ ലക്ഷ്യം. അവലോകനങ്ങളിൽ മതം, രാഷ്ട്രീയം, ലൈംഗികത എന്നീ വിഷയങ്ങൾ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അംഗരാജ്യങ്ങളിൽ നിന്ന് മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 8 മത്സരികളാണ് ഇന്നത്തെ ഈ അവലോകന മത്സരത്തിൽ ഉള്ളത്. ഈ മത്സരത്തിനായി ആദ്യം തന്നെ 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു പരീക്ഷണ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. സമയനിരീക്ഷക, ഞാൻ ഇനി പറയുമ്പോൾ സമയം തെളിയിക്കണം. പ്രസംഗം 5 മിനിറ്റ് ആകുമ്പോൾ പച്ച നിറം തെളിയുന്നതും അത് 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതുമാണ്. 6 മിനിറ്റ് പരീക്ഷണ പ്രസംഗം എത്തുമ്പോൾ മഞ്ഞ നിറം തെളിയിക്കും. തുടർന്ന് 7 മിനിറ്റ് ആകുമ്പോൾ ചുവന്ന നിറം തെളിക്കുന്നതും പ്രസംഗം അവസാനിക്കുന്നതുവരെ ചുവന്ന നിറം ഉണ്ടായിരിക്കുന്നതുമാണ്. മത്സരികൾക്ക് ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് തന്നെ പ്രസംഗത്തെ അടിസ്ഥാനമാക്കി അവലോകനങ്ങൾക്കുള്ള കുറിപ്പുകൾ തയ്യാറാക്കാം. പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞാൽ മത്സരികളെ എല്ലാം തന്നെ ബ്രേക്ക്ഔട്ട് റൂമിലിട്ട് മാറ്റുന്നതും അവിടെ കാര്യകർത്താവിന്റെ നിരീക്ഷണത്തിൽ അവലോകനക്കുറിപ്പ് തയ്യാറാക്കാനായി 5 മിനിറ്റ് സമയം അനുവദിക്കുന്നതുമാണ്. ഒരു സമയനിരീക്ഷകനെ കൂടെ ആ സമയത്ത് ബ്രേക്ക്ഔട്ട് റൂമിലോട്ട് മാറ്റേണ്ടതാണ്. സമയനിരീക്ഷകൻ 2-നെ. 5 മിനിറ്റ് കഴിയുമ്പോൾ സമയനിരീക്ഷകൻ ചുവന്ന നിറം തെളിച്ച് അത് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ മത്സരാർത്ഥിയെ മാത്രം മുഖ്യ വേദിയിലേക്ക് കൊണ്ടുവരുന്നതും ഏകദാനത ഉറപ്പുവരുത്തുന്നതിനായി അദ്ദേഹത്തിന് 1 മിനിറ്റ് സമയം അനുവദിക്കുന്നതുമാണ്. തുടർന്ന് ഓരോ മത്സരങ്ങളായി നടക്കും. മത്സരിയുടെ പ്രേക്ഷകരുമായുള്ള കൃത്യമായ വാക്കുകൊണ്ടോ അല്ലാതെയോ ഉള്ള ആശയവിനിമയം തുടങ്ങുന്നത് മുതലാണ് മത്സര സമയം ആരംഭിക്കുന്നത്. 3 മിനിറ്റാണ് ആകെ അനുവദിച്ചിട്ടുള്ള സമയം. പ്രസംഗിച്ച സമയം 1 മിനിറ്റ് 30 സെക്കൻഡിൽ കുറയുകയോ 3 മിനിറ്റ് 30 സെക്കൻഡിൽ അധികരിച്ചാലോ മത്സരിയെ സമ്മാനത്തിനായി പരിഗണിക്കുന്നതല്ല. ഇനി സമയനിരീക്ഷകനോട് ഞാൻ സമയക്രമം വായിക്കുമ്പോൾ നിറങ്ങൾ കാണിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. അവലോകന പ്രസംഗം 2 മിനിറ്റ് ആകുമ്പോൾ പച്ച നിറം തെളിക്കുന്നതും 2.5 മിനിറ്റ് ആകുമ്പോൾ മഞ്ഞ നിറം തെളിക്കുന്നതും 3 മിനിറ്റ് ആകുമ്പോൾ ചുവപ്പ് നിറം തെളിക്കുന്നതുമാണ്. പ്രസംഗ അവസാനം വരെ ചുവപ്പ് നിറം തെളിക്കും. പ്രസംഗകൻ എടുക്കുന്ന അധിക സമയം സൂചിപ്പിക്കുന്ന യാതൊരു അടയാളങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ അവലോകനങ്ങൾ കഴിയുമ്പോഴും മത്സരികളെ വിലയിരുത്തുവാൻ വിധികർത്താക്കൾക്ക് 1 മിനിറ്റ് സമയം അനുവദിക്കുന്നതാണ്. ഓരോ 1 മിനിറ്റിന്റെ അവസാനത്തിലും സമയനിരീക്ഷകൻ ചുവന്ന നിറം കാണിക്കേണ്ടതാണ്. അവസാനത്തെ മത്സരിയുടെ പ്രസംഗം തീരുമ്പോൾ മത്സരികളെ താരതമ്യം ചെയ്ത് ജേതാക്കളെ കണ്ടെത്താൻ വിധികർത്താക്കൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റ് തീരുമ്പോഴും സമയനിരീക്ഷകൻ ചുവന്ന നിറം തെളിയിക്കേണ്ടതാണ്. ഇന്നത്തെ മത്സരത്തിന്റെ സമയനിരീക്ഷകരായി സേവനം അനുഷ്ഠിക്കുന്ന ടോസ്റ്റ് മാസ്റ്റർ തസ്നീം, ടോസ്റ്റ് മാസ്റ്റർ ഷൈൻ ഷാജി എന്നിവരാണ്. അവസാനത്തെ മത്സരിയുടെയും ഊഴം കഴിഞ്ഞാൽ മത്സരികൾ എടുത്ത സമയം എത്രയാണെന്ന് 1ാമത്തെ സമയനിരീക്ഷക മുഖ്യ വിധികർത്താവിനെ രഹസ്യമായി അറിയിക്കേണ്ടതാണ്. മത്സരികൾ മത്സരത്തിനിടയിൽ ബ്രേക്ക്ഔട്ട് റൂമിൽ നിന്ന് സാങ്കേതിക തടസ്സം മൂലം പുറത്തു പോവുകയാണെങ്കിൽ അവർ മത്സരത്തിൽ നിന്ന് തന്നെ പുറത്താകുന്നതായിരിക്കും. അവലോകന പ്രസംഗത്തിനിടയിൽ സാങ്കേതിക തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ മത്സരിക്ക് തനിക്ക് അനുവദിച്ചിട്ടുള്ള 3 മിനിറ്റ് 30 സെക്കൻഡ് സമയപരിധിക്കുള്ളിൽ തിരികെ വന്ന് പ്രസംഗം തുടരാം. ഈ സാഹചര്യത്തിൽ യാതൊരുവിധ അധിക സമയവും അനുവദിക്കുന്നതല്ല. അതായത് പരമാവധി 3 മിനിറ്റ് 30 സെക്കൻഡ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. അപ്രകാരം തിരികെ വരുന്ന അവസരത്തിൽ ദൃശ്യ ശ്രാവ്യ ഗുണനിലവാരം പരിശോധിക്കുന്നതല്ല. യോഗ്യത നേടണമെങ്കിൽ അവലോകന പ്രസംഗം ചുരുങ്ങിയത് 1 മിനിറ്റ് 30 സെക്കൻഡെങ്കിലും പൂർത്തീകരിച്ചിരിക്കണം.
സാങ്കേതിക തടസ്സം നേരിട്ട മത്സരികൾക്കും ഈ നിയമം ബാധകമാണ്. ഇന്നത്തെ മത്സരത്തിന് മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ കാര്യക്കാർ ടോസ്റ്റ് മാസ്റ്റർ ജിനു തോമസും ടോസ്റ്റ് മാസ്റ്റർ നവാസ് ചെങ്ങനത്തും ആണ്. ഇനി മത്സരികളുടെ ക്രമം പറയാം. മത്സരികളുടെ ക്രമം നേരത്തെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. വിധികർത്താക്കൾ ദയവായി ശ്രദ്ധിക്കുക. മത്സരി 1 ജിജോ കണ്ടൻതോട്ട്. മത്സരി 2 ഷഹീൽ ഉമർ. മത്സരി 2 ഷബീൽ ഉമർ. മത്സരി 3 ബിജു നായർ. മത്സരി 3 ബിജു നായർ. മത്സരി 4 സുവി അജിത്ത്. മത്സരി 4 സുവി അജിത്ത്. മത്സരി 5 ഷാനിദ് ടി. മത്സരി 5 ഷാനിദ് ടി. മത്സരി 6 സുബി എം ബാബു. മത്സരി 6 സുബി എം ബാബു. മത്സരി 7 ഗായത്രി വിജേഷ്. മത്സരി 7 ഗായത്രി വിജേഷ്. മത്സരി 8 നജീബ് നസീർ. മത്സരി 8 നജീബ് നസീർ. ഈ മത്സരികളെല്ലാം വേദിയിലുണ്ട് എന്ന് സൂം മാസ്റ്റർ ഉറപ്പുവരുത്തുക. എല്ലാ മത്സരികളും അവരുടെ വീഡിയോ ഓൺ ആക്കുക. മത്സരികളെല്ലാം ദയവായി അവരുടെ വീഡിയോ ഓൺ ആക്കുക. Contestant 4 രണ്ട് ഡിവൈസ്. ടോസ്റ്റ് മാസ്റ്റർ സുവി അജിത്ത്. 2 ഡിവൈസ് ഉണ്ടോ? മത്സരികൾ ആരെങ്കിലും 2 ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവായി സൂം മാസ്റ്ററെ അറിയിക്കുക. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്? ഏതെങ്കിലും മത്സരി 2 ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ അറിയിക്കണം. റീനെയിം ചെയ്തില്ലല്ലോ. ഗായത്രി വിജേഷ്. 2 ഡിവൈസ് ചെയ്യാട്ടോ. ചെയ്യാൻ പറ്റും. ടോസ്റ്റ് മാസ്റ്റർ സുബി ഒരു ഡിജിറ്റിന്റെ മ്യൂട്ട് ചെയ്ത് വെക്കണം. മ്യൂട്ട് അല്ല, അതിന്റെ ഓഡിയോ ക്യാൻസൽ ചെയ്ത് വെക്കണം. ടോസ്റ്റ് മാസ്റ്റർ ഷബീൽ ഉമർ, എവാലുവേഷൻ കണ്ടസ്റ്റ് നമ്പർ 2. ടോസ്റ്റ് മാസ്റ്റർ സെക്കൻഡ് കണ്ടസ്റ്റന്റിനെ കാണാനില്ല. ടോസ്റ്റ് മാസ്റ്റർ ഷബീൽ ഉമർ. ഇല്ല, കാണാനില്ല. ഷബീൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമോ? കാണാൻ പറ്റുന്നില്ല. ടോസ്റ്റ് മാസ്റ്റർ ഷബീൽ ഉമർ ഈ യോഗത്തിലുണ്ടെങ്കിൽ ദയവായി വീഡിയോയും ഓഡിയോയും ഓൺ ചെയ്ത് യോഗത്തിന്റെ സഹകരിക്കുക. ഇപ്പത്തെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റിൽ ഇല്ല. മത്സരാധ്യക്ഷൻ വിധികർത്താവ്, നമുക്ക് മത്സരവുമായി മുന്നോട്ട് പോകാമോ? ഷബീൽ ഉമറിനെ ഒഴിവാക്കി.
Can you contact ഷബീൽ ഉമ്മറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? UAE-യിലുള്ള CJ. ഞാൻ വിളിച്ചു നോക്കിയിരുന്നു, ആളെ കിട്ടണില്ല. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിരിക്കണം ത്രൂ ഔട്ട് ദ കോntest. ആരും ഓഫ് ആക്കരുത്. ബ്രേക്ക്ഔട്ട് റൂമിലും വീഡിയോ ഇപ്പൊ ഇവിടെ മെയിൻ റൂമിലും ഓഫ് ആക്കരുത്. കണ്ടസ്റ്റന്റ് നമ്പർ 1. മുഖ്യവേദി കർത്താവ്, നമുക്ക് മുന്നോട്ട് പോകാമോ? തുടങ്ങാം, അതായിരിക്കും നല്ല. ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, 7 പേരും. മത്സരാധ്യക്ഷൻ 2 ഇല്ല, 3, 4, 5, 6, 7, 8. ഓക്കെ, നമുക്ക് തുടരാം. ഷബീൽ, one minute. ഷബീൽ അഡ്മിറ്റ് ആവുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. ടോസ്റ്റ്മാസ്റ്റർ നജീബ് വീഡിയോ ഓൺ ആക്കുക. ടോസ്റ്റ്മാസ്റ്റർ നജീബ്. മിസ്റ്ററി സ്പീച്ചിന്റെ സമയത്തും വീഡിയോ ഓൺ ആക്കിയിരിക്കണം. ടോസ്റ്റ്മാസ്റ്റർ ഷബീൽ റീനെയിം ചെയ്യോ? എവാലുവേഷൻ EV02 ഷബീൽ ഉമർ. നിങ്ങൾ ഇരിക്കുമ്പോൾ കൈ കാണുന്ന തരത്തിൽ ഇരിക്കണം. നമ്മൾ മുമ്പ് കണ്ടസ്റ്റന്റ് ബ്രീഫിംഗിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അതൊരു മിനിറ്റ്, ഞാനത് മാറി ടൈം മാറിപ്പോയത്, സോറി. ബ്രേക്ക്ഔട്ട് റൂമിലല്ലേ ഇപ്പൊ എഴുതണ്ടേ? ഇപ്പൊ എഴുതാം. ബ്രേക്ക്ഔട്ട് റൂമിൽ വരുമ്പോ ഷബീൽ ഉമ്മർ ദയവായിട്ട് വീഡിയോ ഓൺ ആക്കുക. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷബീൽ ഉമ്മർ വീഡിയോ ഓൺ ചെയ്യുക. ഓക്കെ CJ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നമുക്ക് തുടങ്ങാം. നന്ദി മുഖ്യവിധി കർത്താവ്. ക്രമ നമ്പർ, മത്സരിയുടെ പേര്, വീണ്ടും മത്സരിയുടെ പേര്, ക്രമ നമ്പർ, ഈ ക്രമത്തിൽ പറഞ്ഞുകൊണ്ടായിരിക്കും ഓരോ മത്സരിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. വിധി കർത്താക്കൾക്ക് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നതിന് ഈ ഇടവേളകളിൽ എല്ലാവരും നിശബ്ദത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും മത്സരിയുടെ പ്രകടനത്തെപ്പറ്റി പരാതിപ്പെടുന്നതിനുള്ള അവകാശം വിധി കർത്താക്കൾക്കും മറ്റ് മത്സരികൾക്കും മാത്രമാണ്. പരാതികൾ ഉണ്ടെങ്കിൽ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് അത് മുഖ്യ വിധി കർത്താവിനെയോ മത്സര അധ്യക്ഷനെയോ അറിയിക്കേണ്ടതാണ്. മുഖ്യ വിധി കർത്താവിന്റെ ഫലപ്രഖ്യാപനമടക്കമുള്ള എല്ലാ തീരുമാനങ്ങളും അന്തിമമായിരിക്കും. ഈ മത്സരത്തിന്റെ മുഖ്യ വിധി കർത്താവ് ശ്രീമതി ദീപ സുരേന്ദ്രൻ DTM ആണ്. മറ്റ് വിധി കർത്താക്കൾ ആരൊക്കെയാണെന്ന് മുഖ്യ വിധി കർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ. മുഖ്യ വിധി കർത്താവിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അജ്ഞാതരായ മാന്യ വിധി കർത്താക്കളെയും ഹർഷാരവങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട മത്സരികളെ, നിങ്ങൾക്ക് ഇനി ഇതിൽ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സമയ നിരീക്ഷകർ തയ്യാറാണല്ലോ? അതെ, തയ്യാർ. മുഖ്യ വിധി കർത്താവ്, നമുക്ക് മത്സരം ആരംഭിക്കാം. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. നന്ദി മുഖ്യ വിധി കർത്താവ്. എല്ലാ മത്സരികൾക്കും സകലവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതാ അവലോകന മത്സരം നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ ലോക മലയാളം അവലോകന പ്രസംഗ മത്സരത്തിലെ പരീക്ഷണ പ്രസംഗക ശ്രീമതി ഫാത്തിമ ആണ്. ശ്രീമതി ഫാത്തിമയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ഫാത്തിമ, ദയവായി വീഡിയോ ഓഡിയോ ഓൺ ചെയ്യുക. സ്വാഗതം ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ. ദൃശ്യ ശ്രവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക. ഞാൻ മികച്ച പ്രസംഗകയാണ്.
ഞാൻ മികച്ച പ്രസംഗികയാണ്. മുഖ്യ വിധികർത്താവ്, ദൃശ്യവും ശബ്ദവും വ്യക്തമാണല്ലോ. അതെ. നമുക്ക് മത്സരവുമായി മുന്നോട്ട് പോകാം. ശ്രീമതി ഫാത്തിമ, കുഞ്ഞ് ഹീറോ. കുഞ്ഞ് ഹീറോ, ശ്രീമതി ഫാത്തിമ. നന്ദി. ഒരു വൻമരം ഉണ്ടാകുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. പണ്ട് എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്ന ഒരു വാചകമാണ്. അന്ന് ആ വാചകത്തിന്റെ ആഴം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ഓരോ നിമിഷവും ആ വാക്കുകളുടെ സത്യം തിരിച്ചറിയുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിധികർത്താക്കളെ, മത്സരാർത്ഥികളെ, സഹ ടോസ്റ്റ് മാസ്റ്റർമാർ, ഒരിക്കലും ഞാൻ എൻ്റെ മോനുമായിട്ട് ഇരുന്ന് കളിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ അവനോട് ചോദിച്ചു, മോനുണ്ടോ, നിനക്ക് വലുതാവുമ്പോ ആരാവാനാ ഇഷ്ടം? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് വലുതാവണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ നിനക്ക് വലുതാവണ്ടാത്തെ? എന്നാണ് നീ പറ, നിനക്ക് ആരാവണം? അവനൊന്ന് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, മമ്മ എനിക്ക് വലുതാവുമ്പോ ഒരു കുഞ്ഞു ഹീറോ ആയാൽ മതി. ഞാൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്പം കളിയാക്കലോട് തന്നെ ചോദിച്ചു, നിനക്ക് വലുതാവുമ്പോ കുഞ്ഞു ഹീറോ ആവേണ്ടിയത്? നിനക്ക് വലുതാവുമല്ലേ, അപ്പൊ നിനക്ക് എന്തായാലും ഇച്ചിരി വലിയ ഹീറോ ആയിക്കൂടെ? അവൻ എന്നോട് പറഞ്ഞു, മമ്മ ബിഗ് ഭയങ്കര ഡിഫിക്കൽട്ടാ, എനിക്ക് വയ്യ. അന്ന് ഞാനത് ചിരിച്ചു തള്ളിയെങ്കിലും അവന്റെ വാചകങ്ങൾ എന്റെ മനസ്സിൽ കുരുങ്ങിക്കിടന്നു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, നമ്മൾ എല്ലാവരും പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു ചെറിയ സന്ദേശം അവന്റെ ആ വാക്കിലില്ലേ? എപ്പോഴും ഇല്ലെങ്കിലും പലപ്പോഴുമെങ്കിലും നമ്മളൊക്കെ ഒരു വലിയ കാര്യം, അതൊന്നും എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം, അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കൂട്ടിയേ കൂടൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം നന്മകൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. മറ്റു ചിലരുണ്ടാവും, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ, ഞാൻ തുടങ്ങുകയാണെങ്കിൽ നല്ല എമണ്ടനായിട്ടേ തുടങ്ങുള്ളൂ, നല്ല വലിയ രീതിയിൽ, നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും എന്ന് പറയുന്നവരെ നമുക്കറിയാം അല്ലേ? എന്നാൽ ഇതെല്ലാം മനസ്സിലാലോചിക്കുമ്പോൾ നാം വിസ്മരിച്ചു പോകുന്ന ഒന്നുണ്ട്. എല്ലാ വലിയ കാര്യങ്ങളും ആരംഭിക്കുന്നത് വളരെ ചെറിയ ഒന്നിൽ നിന്നാണ്. ഒരു ദിവസം പുലർച്ചെ സ്വല്പം സമയം നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഒരു റോഡ് മുറിച്ച് കടക്കുന്ന ഒരു വയ്യാത്ത ഒരാളെ സഹായിക്കുക, അതുമല്ലെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ നമുക്ക് സ്വയമായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നന്മകൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ഇതെല്ലാം ഒരു നാളേക്കുള്ള ഒരു വലിയ നന്മയുടെ തുടക്കങ്ങളാണ്, ചെറിയ തുടക്കം. ഞാനൊരു സംഭവം പറയാം. എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. പഠിക്കാൻ അത്ര മിടുക്കനൊന്നും അല്ല, മിക്കവാറും 12 വിഷയങ്ങളിലൊക്കെ പൊട്ടാറുണ്ട് ആള്. ഒരു തവണ പരീക്ഷ കഴിഞ്ഞപ്പം ആൾ എല്ലാ പരീക്ഷയ്ക്കും ജയിച്ചിട്ടുണ്ട്. വലിയ മാർക്കൊന്നുമില്ല, പക്ഷെ പാസ്സായി പോയിട്ടുണ്ടല്ലോ. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, പറ നീ ഇപ്രാവശ്യം എന്താ ചെയ്തേ? അവൻ എന്നോട് പറഞ്ഞു, എടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, നീ പറയുന്നേ. ഞാന് ഒരു പുതിയ ട്യൂഷന് ജോയിൻ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ച ടീച്ചർ എന്തോ കാണിക്കുന്നേ, അവരെല്ലാ ദിവസവും എനിക്ക് 2 പേജ് തരും പഠിക്കാൻ. ഞാൻ വിചാരിച്ചു, ഞാനിതെല്ലാം കൂടെ പഠിക്കാൻ വന്നിട്ട് പുള്ളിക്കാരി ആകെ എനിക്ക് 2 പേജാണല്ലോ തരുന്നേ. അത് പക്ഷേ കൃത്യമായിട്ട് ഞാൻ എഴുതിയും പഠിച്ചും കൊടുത്തു. ഈ പരീക്ഷ എഴുതിയപ്പോൾ പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിക്കാരി പഠിപ്പിച്ചതിൽ നിന്ന് എന്ത് വന്നോ അതെനിക്ക് എഴുതാൻ പറ്റി. അങ്ങനെ പാസ്സായതാ. അതായിരുന്നു അവന്റെ വിജയകഥ. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നതായിരുന്നു അത്. ഈ ഒരു ആശയം നമുക്ക് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവന്നൂടെ? നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ജീവിതത്തിൽ തന്നെ ആണെങ്കിൽ ഒരിക്കൽ നമുക്കൊരു പ്രസംഗം അത്ര ഭംഗിയല്ലാതെ കൊടുക്കേണ്ടി വന്നു. അടുത്ത തവണ കൊടുക്കുമ്പോൾ നമുക്കത് അല്പം കൂടി മെച്ചപ്പെടുത്തി. അങ്ങനെ ഒരു 10 തവണ ആകുമ്പോൾ എന്തായാലും നല്ലൊരു വ്യത്യാസം നമ്മുടെ കാര്യങ്ങളിൽ ഉണ്ടാവും അല്ലെ? ഓരോ പൂമ്പാറ്റയും ഉണ്ടാവുന്നത് ഒരു ചെറിയ പുഴുവിൽ നിന്നാണല്ലോ.
എന്റെ വീടിന്റെ അടുത്ത് ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മയെ ഞാനെന്നല്ല, അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. ആ അമ്മയുടെ വീട്ടിൽ എന്തെല്ലാം പഴങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ ഭാഗത്ത് ഏത് പിള്ളേരുണ്ടെങ്കിലും പറിച്ചുകൊണ്ട് പോകാൻ കഴിക്കുക, ഒന്നും പറയില്ല. 2 ദിവസം ആ ഭാഗത്തേക്ക് ഒരാളെ കണ്ടില്ലേ, 3-ാമത്തെ ദിവസം അതിലേക്ക് പോകുമ്പോൾ ചോദിക്കും, അവിടെ ഒന്ന് പഴുത്ത് നിൽക്കുന്ന നിനക്ക് വേണ്ടല്ലോ, അന്ന് പിച്ചി തിന്നോണ്ട് പോകും. ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ ഉമ്മ അവിടെ ഉണ്ടാവും. എല്ലാവർക്കും ഒരു ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മേൽനോട്ടമൊക്കെ നടത്തി ഒരു രസം. പക്ഷെ അതേപോലെ തന്നെ അവിടെ എവിടെയെങ്കിലും ഒരു മരണമോ ഒരു സങ്കടം ഉണ്ടെങ്കിലും ആ വീട്ടിലും ഉണ്ടാവും. അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കായികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ വലിയൊരു സഹായമൊന്നും ഉമ്മാടത്തുനിന്ന് ഉണ്ടാവാനില്ലായിരുന്നില്ല. വലിയൊരു സാമൂഹിക പ്രവർത്തകയൊന്നും അല്ലായിരുന്നു താൻ. എന്നിരുന്നാലും ആ ചുറ്റുവട്ടത്തിൽ, ആ ഇട്ടാവട്ടത്തിലുള്ള ഒരു കുഞ്ഞു വിളക്കാണ്. അത് മറ്റാരും അല്ല, എൻ്റെ ഉമ്മിച്ചയുടെ ഉമ്മ തന്നെയാണ്. പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാനിപ്പോ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ വലിയ കാര്യം ചെയ്യണം എന്നില്ല. നന്മ ചെയ്താൽ മതി, നല്ലത് ചെയ്താൽ മതി, അത് ചെറുതായാലും അത് മതി. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞു ഹീറോ ആവാനുള്ള കഴിവുണ്ട്. അത് ജീവിതത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് വളരെ വലിയൊരു അനുഭവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ചെറുതായി തുടങ്ങാം, നിത്യമായി ചെയ്യാം. അത് നിങ്ങളുടെ നല്ല വലിയ നാളേക്കുള്ള കഥകളിലേക്കുള്ള തുടക്കമായിരിക്കും. നന്ദി. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ, നല്ല ഒരു പരീക്ഷണ പ്രസംഗം കാഴ്ചവെച്ചതിന്. ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ 2021 മുതൽ ടോസ്റ്റ് മാസ്റ്റർ രംഗത്തുണ്ട്. നിലവിൽ ജിദ്ദ മലയാളം ലേഡീസ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റാണ്. അവര് ഒരു ഡെന്റിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റുമാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. വളരെ നന്ദി. സമയനിരീക്ഷക 1, ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമയുടെ പ്രസംഗത്തിന് എത്ര സമയമെടുത്തു എന്ന് ഒന്ന് പറയാമോ? ടോസ്റ്റ് മാസ്റ്റർ മോഹൻചന്ദ്രൻ, നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ മൂവ് ചെയ്യാം. ആദ്യം ബ്രേക്ക്ഔട്ട് അല്ല, റൂമിലേക്ക്. പ്രസംഗ സമയം അറിയണം മാഡം. 6 മിനിറ്റ് 28 സെക്കൻഡ്. പ്രസംഗത്തിന് 6 മിനിറ്റ് 28 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. ഇനി മത്സരാർത്ഥികളെ നമുക്ക് ബ്രേക്ക്ഔട്ട് റൂമിലോട്ട് മാറ്റാം. മത്സരാധ്യക്ഷയുടെ മുഖ്യ വിധികർത്താവിന്റെ അനുമതിയോടുകൂടി എല്ലാ മത്സരാർത്ഥികളെയും അവരുടെ സെക്കൻഡറി ഡിവൈസസിനെയും, രണ്ടാമത് ഒരു മാധ്യമത്തിലൂടെ അവർ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് മാറ്റണം. കൂടെ എന്നെയും മുഖ്യ വിധികർത്താവിനെയും ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 5 മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ അവലോകന മത്സരം ആരംഭിക്കുന്ന PJ, താങ്കൾ ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ? CJ co-host ആണ്, she can choose. ഓക്കെ.
നമ്മുടെ മത്സര അവതാരകൻ ഉൾപ്പെടെ ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോയി, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കായിരുന്നു ഇപ്പം. അതിനുള്ള സമയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും MC പെട്ടെന്നൊരു ശ്രീജ. ചായ കുടിച്ചു വരാനുള്ള MC സമയമുണ്ട്. ശ്രീജ, എന്താണ് വീഡിയോ ഓൺ ആക്കാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആളുകളോട് സംസാരിക്കും. ഇപ്പൊ നമുക്ക് 2 മിനിറ്റ് ഉണ്ട്. അതല്ല, ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞോ? അവരെല്ലാവർക്കും പെട്ടെന്നൊരു ചായ കുടിച്ചു വരാനുള്ള സമയമുണ്ടെന്ന്. അതിനുള്ള സമയമുണ്ട്. പക്ഷെ ഇനിയില്ല, ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഇല്ല. ഇതുവരെ നമ്മുടെ മത്സരങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു. നമ്മൾ കറക്റ്റ് സമയത്തിനാണ് പോകുന്നത്. അതെ, വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സമയകൃത്യത പാലിച്ചിട്ടുണ്ട് എല്ലാവരും. അതൊരു നന്നായിട്ട്. ഇടയ്ക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നെങ്കിൽ ശ്രീജ ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഇടയ്ക്ക് കുറച്ചധികം സമയം വീണ് കിട്ടിയത് കൊണ്ട് ചായ കിട്ടി. ടെസ്റ്റ് മാസ്റ്റർ സുനിൽ NS ഇവിടെ ഇല്ലേ? ഇത് ഗൗരവത്തിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ഇവന്റ് ചെയർ. ടെസ്റ്റ് മാസ്റ്റർ അപർണ, അല്പം ഗൗരവം വിടാം. ടൈം റണ്ണിങ് ഉള്ളത് നിന്നല്ലോ. ടൈമർ ഇത് ഓൺ ആക്കിയപ്പോഴത്തേന് ടെസ്റ്റ് മാസ്റ്റർ അപർണ ഓൺ ആക്കിയപ്പോ ടൈം ഓടുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കൺട്രോൾ ടച്ച് ചെയ്താൽ സ്റ്റോപ്പ് ആവും, അതാ പ്രശ്നം. സംസാരിച്ച കൺട്രോൾ പോലെ. ഇരുന്നിടത്ത് നനങ്ങാൻ പറ്റാത്തൊരു ഡ്യൂട്ടി അല്ലേ തന്നത്. അതെ. ഒരു ദിവസമെങ്കിലും ടെസ്റ്റ് മാസ്റ്റർ സുനിൽ NS തിരിച്ചു വന്ന അദ്ദേഹം ചായ കുടിക്കാൻ പോയെന്ന് തോന്നുന്നു ഇടയ്ക്ക്. പ്രസിഡന്റും ഉണ്ട്. പ്രസിഡന്റ് ഒന്ന് എത്തി നോക്കി ചായ കുടിക്കാൻ പോയിട്ട് വന്നു. DTM ജോർജ് മേലാണ് സാർ. മ്യൂട്ടാണ്. ഞാനും എത്തി. ഞാനിവിടെ ഉണ്ട്. ഞാനിങ്ങ് പോയിട്ടൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ എല്ലാവരും കാര്യങ്ങളും കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ നന്നായി പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. ആളുകൾ ആദ്യമേ നമുക്ക് പ്രതീക്ഷയെക്കാളും കൂടുതൽ ആളുകൾ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. 98 ഇടയ്ക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് നമ്മൾ സൂമിന്റെ കപ്പാസിറ്റി എല്ലാം കൂട്ടിയത്. അപ്പൊ അതിനുശേഷം കുറച്ച് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നല്ലൊരു രീതിയിൽ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. വളരെ നല്ല പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 105 പേര് വന്നിട്ടുണ്ട് ഒരു സമയത്ത്. പിന്നെ പല പ്രാവശ്യം പലരും പോയി വന്നും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു 120 പേരിൽ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ട്. നാരായണൻ സാർ മുഖം കാണിച്ചു. സാറേ, എന്താണ് അഭിപ്രായം? യൂട്യൂബിലും നല്ല ആളുകളുണ്ടെന്ന് തോന്നുന്നു. യൂട്യൂബിൽ നല്ല ക്ലിയറുമാണ്. നമ്മൾ ഇവിടെ കാണുന്നതിലും ക്ലിയർ ആയിട്ട് യൂട്യൂബിൽ ഞാൻ ശ്രദ്ധിച്ചു. യൂട്യൂബിൽ വളരെ ക്ലിയർ ആണ്. നമ്മുടെ IT വിഭാഗം കാര്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെ, ഈ യൂട്യൂബിലൂടെ ഒത്തിരി ആൾക്കാർ കാണുന്നതായിട്ട് സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രശ്നം. അതെ. സൂമിനേക്കാളും ക്ലിയർ ആണ്. ഞാനത് ചെക്ക് ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെ മത്സരം മുന്നോട്ട് പോകുന്നുണ്ട്. 5 മിനിറ്റ് സമയം കഴിഞ്ഞു, പക്ഷെ ബ്രേക്ക് ഔട്ട് റൂമിലായിട്ടുണ്ടാവില്ല, അതായിരിക്കും. അതെ. ഈ സമയം കുറച്ച് ഇത്ര സമയം ഇരുന്നല്ലേ, ആളുകൾക്കൊന്ന് ചായ കുടിക്കാനുള്ള ഒരു അവസരം കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനായിട്ട് അവിടുന്ന് വല്ല ചായ അയക്കുന്നുണ്ടോ? കുവൈറ്റിൽ നിന്ന് എന്തെങ്കിലും? കുവൈറ്റ് റെഡിയാണ്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് ചില ഭാഗത്തിലെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതുകൊണ്ട് അത് എത്തിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇറാനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒരു ഫ്ലൈറ്റ് വിടുന്നില്ല. അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ ആയിട്ട് വരാം. തീർച്ചയായും നിങ്ങൾക്ക് കുവൈറ്റിലേക്ക് വരാൻ ചായ കുടിക്കാനായിട്ട്. ഞങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിച്ചത്. ഓഫ്ലൈനിലാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിസ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓൺലൈൻ തന്നെ ക്രമീകരിച്ചത്. എത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് അത് അടുത്ത വർഷം നമുക്കത് പരിഹരിക്കാം. എല്ലാം പരിഹരിക്കാം. ഈ വർഷത്തെയും കൂടി കൂട്ടിയിട്ട്. എന്നാലും നമുക്ക് സാന്നിധ്യത്തിൽ ഏറ്റവും കൂടുതൽ അംഗബലം ഈ പ്രാവശ്യമാണ് കിട്ടിയത്. അത് തന്നെ വലിയൊരു അംഗീകാരം കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് മത്സരം പുനരാരംഭിക്കാം. നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അതാണ്. അതെ PR മുഖ്യ വിധികർത്താവ് വേദിയിലെത്തിയോ?
ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. നമുക്ക് തുടങ്ങാം. നന്ദി. നമുക്ക് ഒന്നാമത്തെ മത്സരാർത്ഥി ജിജോ കടൻതൊട്ട്. താങ്കളുടെ വീഡിയോ സമയനിരീക്ഷകനെ കാണാമല്ലോ. സമയനിരീക്ഷകനെ കാണാം. നമുക്ക് ടൈമർ 2 തിരിച്ചു കൊണ്ടുവരണല്ലോ. ടൈമർ 2 തിരിച്ചു കൊണ്ടുപോകും. മോഡറേറ്റർ, can you check all the people come ഇവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ നോക്കാം. മോഡറേറ്റർ ടൈമർ 2 തിരിച്ചു കൊണ്ടുവരണം. എല്ലാ സ്റ്റാൻഡ് ബൈ ഉപകരണങ്ങളും ബ്രേക്ക് ഔട്ട് റൂമിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ടൈമർ 2 മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് ഈ സമയത്ത് ആക്റ്റീവ് ആണോ? യൂട്യൂബ് അല്ല. റൂം ലോക്ക് ചെയ്യാൻ വേണം. സോറി. മീറ്റിംഗ് ലോക്ക് ചെയ്യണം. ഇപ്പൊ ടൈമർ 2 ടൈൽ 2ലേക്ക് എത്തിക്കണം. ടൈമർ 2 ഈസ് ഓൾറെഡി ഇൻ ദ മെയിൻ റൂം. പക്ഷെ അപർണ അത് ടൈമർ 2 കാണുന്നില്ല. ടൈമർ 1 അടുത്തേക്ക് ടൈൽ മാറ്റാൻ ഡോണിനെ പറ്റത്തുള്ളൂ. എനിക്ക് അറിയത്തില്ല. പോസ്റ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത്. വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റിംഗ് ഒന്ന് ഓഫ് ചെയ്യാമോ? സമയനിരീക്ഷകനെ കാണാമല്ലോ. കാണാം. താങ്കളുടെ ഒരു സമയനിരീക്ഷകനെ മാത്രം. രണ്ടാമത്തെ സമയനിരീക്ഷകനെ കൂടെ ഒന്ന് ഇപ്പോൾ രണ്ടുപേരെയും കാണാമല്ലോ. ഇപ്പൊ ആരെയും കാണത്തില്ല. 1 2 yes കാണാം. ഇനി മത്സരത്തിന് സമാന സ്വഭാവം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒന്നാമത്തെ മത്സരാർത്ഥിക്ക് 1 മിനിറ്റ് നിശബ്ദമായ സമയം അനുവദിക്കുന്നു. 1 മിനിറ്റ് ആകുമ്പോൾ സമയ നിരീക്ഷക ദയവായി ചുവന്ന നിറം തെളിയിക്കുക. റെഡിയാണ്. ചുവന്ന നിറം സമയ നിരീക്ഷക. ദൃശ്യ ശ്രാവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന കാര്യങ്ങൾ വാക്കുകൾ ആവർത്തിക്കുക. ഇന്നത്തെ വിജയം എനിക്കാണ് തീർച്ച. ഇന്നത്തെ വിജയം എനിക്കാണ് തീർച്ച. മുഖ്യ വിധികർത്താവ്. ശബ്ദവും ദൃശ്യവും വ്യക്തമാണല്ലോ. അതെ. മത്സരി 1 ജിജോ കടൻതൊട്ട്. ജിജോ കടൻതൊട്ട് മത്സരി 1. പയ്യെ തിന്നാൽ പനയും തിന്നാം. പയ്യെ തിന്നാൽ പനയും തിന്നാം. അവതാരകൻ, വിധികർത്താക്കളെ, മറ്റ് ടോസ് മാസ്റ്റേഴ്സ്, വിശിഷ്ടാതിഥികളെ. നമ്മുടെ പ്രാസംഗിക ഫാത്തിമ വളരെ നല്ല ഒരു കാര്യമാണ് ഇന്ന് നമ്മളോട് പറഞ്ഞത്. പയ്യെ തിന്നാൽ പനയും തിന്നാം. അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങൾ, ഒരു ദിവസം ഒരു കൊച്ചു കാര്യം ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ടായി. ചെറിയ കാര്യങ്ങൾക്ക് അതിനൊരു പ്രചോദനം കൊടുത്തത് അദ്ദേഹത്തിന്റെ കൊച്ചുകുട്ടി തന്നെയാണ്. ആ കുഞ്ഞുകുട്ടി ചോദിച്ച ഒരു ചോദ്യം, വലിയവരൊക്കെ വലിയ പ്രശ്നങ്ങളാണല്ലോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ നിന്നുമാണ് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാവുകയും നമ്മളോടൊക്കെ ഇത്രയും കഥകൾ പറഞ്ഞ് കഥകളിൽ കൂടി നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തത്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടോസ് മാസ്റ്റേഴ്സിന്റെ കഥകൾ മുതൽ ഒരു ട്യൂഷന് പോയ കുട്ടിയുടെ കഥ, സ്വന്തം ഉമ്മയുടെ കഥ, അങ്ങനെ എല്ലാ കഥകളും പറഞ്ഞ് അവസാനം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഒരു ചെറിയ കാര്യം ഒരു ദിവസം ചെയ്യുക, അങ്ങനെ പല ദിവസങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കും. എത്രയോ മനോഹരമായ ഒരു മെസ്സേജാണ്. എനിക്ക് ഫാത്തിമയുടെ പ്രസംഗത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഫാത്തിമയുടെ ആ അഭിനയമാണ്. ആ കുട്ടിയെ അഭിനയിച്ച് കാണിച്ചു. ഫാത്തിമ സ്വയം അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത്, കുട്ടിയുടെ ചോദ്യം, വലിയവരൊക്കെ വലിയ പ്രശ്നക്കാരാണല്ലോ,
അല്ലെങ്കിൽ ആ ട്യൂഷന് പോയ കുട്ടി. അഭിനയത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഭാവിയുണ്ട്. നമ്മുടെ അദ്ദേഹത്തിന് അഭിനയത്തിൽ നല്ലൊരു ഭാവി തന്നെയുണ്ട്. വളരെ നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചു. ആ പറഞ്ഞ ഓരോ കഥകളും എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ, അല്ലെ എൻ്റെ ഹൃദയത്തിൽ തട്ടിയതുപോലെ എനിക്ക് തോന്നി. ഏതോ പഴയകാല നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ വീടുകളിലുണ്ടായ അതേ അനുഭവങ്ങളിലേക്ക് കടന്നുപോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്, പല പ്രസംഗങ്ങളും നടത്തി പരിശീലിച്ച ഒരു പ്രാസംഗികയുടെ എല്ലാവിധ ഭാവചേഷ്ടകളും നേരെ നോക്കുന്നതാണെങ്കിൽ കാണുന്ന ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇടയ്ക്ക് ചെറിയ തമാശകൾ, ചിരി പോലും ഇല്ലാത്ത തമാശകൾ കൂട്ടിക്കലർത്തിക്കൊണ്ട് പറയുന്ന ആ ഒരു കഴിവ് എല്ലാം വളരെ മനോഹരമായിരുന്നു. എനിക്ക് തോന്നി ഇത് ഒന്നോ രണ്ടോ വേദികളല്ല, ഒരുപാട് വേദികൾ കയറി ഇറങ്ങിയ ഒരു പ്രാസംഗികയാണ് ഫാത്തിമ. ഫാത്തിമയുടെ പ്രസംഗത്തില് ഈ പറയുമ്പോഴും ഫാത്തിമയ്ക്ക് ഇനിയും ഈ കാര്യങ്ങളിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും എന്ന് എനിക്കറിയാം. അതില് ഒന്ന്, എനിക്ക് തോന്നി ആ പ്രസംഗം പറയുമ്പോൾ അതില് പല സ്ഥലങ്ങളിലും ഉദ്ധരണികളും ഉദാഹരണങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഭാവവ്യത്യാസങ്ങളും ശബ്ദവ്യത്യാസങ്ങളും ഉള്ളപ്പോഴും ഒരു പ്രസംഗത്തിന്റെ ഭാഷയിലേക്ക് അതിനെ ഇച്ചിരിയും കൂടെ കയറ്റണമായിരുന്നു എന്നെനിക്ക് തോന്നി. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായതിനെ. ഒരു പ്രസംഗത്തിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി വടിവത്ത, കുറച്ചുകൂടി മനോഹാരിതയുള്ള, കുറച്ചുകൂടി യുവത്വമുള്ള ഒരു ഭാഷ, ഒരു മൂർച്ചയുള്ള ഭാഷ അതായിരുന്നെങ്കിൽ അല്പം കൂടി നന്നായേനെ എന്നെനിക്ക് തോന്നി. അടുത്തത്, ഈ 3ഓളം വിഷയങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സമയപാലകനെ കാണാനൊരു ബുദ്ധിമുട്ടുണ്ട്. 3ഓളം വിഷയങ്ങൾ പറഞ്ഞപ്പോ 3 വിഷയങ്ങൾ പറഞ്ഞു. എല്ലാ വിഷയങ്ങളും തന്നെ ആവശ്യമില്ലായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം കൂടെ കുറച്ചുകൊണ്ട് ഒരു വിഷയത്തിൽ നാരോ ഡൗൺ ചെയ്തിരുന്നത് വളരെ നന്നായിരുന്നു. നല്ല മനോഹരമായ പ്രസംഗമായിരുന്നു. എല്ലാവിധ ഭാവങ്ങളും. നന്ദി ടോസ് മാസ്റ്റർ ജിജോ കടന്തൊട്ട്. സു മാസ്റ്റർ രണ്ടാമത്തെ മത്സരാർത്ഥിയെ വേദിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. 1 മിനിറ്റ് നിശബ്ദത പാലിക്കുക. 1 മിനിറ്റ് ആകുമ്പോൾ സമയനിരീക്ഷക ചുവന്ന നിറം കാണിക്കണം. നന്ദി സമയ നിരീക്ഷക. രണ്ടാമത്തെ മത്സരാർത്ഥി ഷബീൽ ഉമർ. ശ്രീ ഷബീൽ ഉമർ, താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണുന്നുണ്ടോ? കാണാം. ആവശ്യമെങ്കിൽ അത് പിൻ ചെയ്ത് വെക്കാം. സമയ നിരീക്ഷകയെ കാണുന്നുണ്ട്. താങ്കളുടെ ദൃശ്യ ശ്രാവ്യ പരിശോധനയാണ് അടുത്ത് നടക്കുന്നത്. അതിനായി ഞാൻ പറയുന്ന വാക്കുകൾ ഏറ്റുപറയണം. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. മുഖ്യ വിധികർത്താവ്. ശബ്ദവും ദൃശ്യവും വ്യക്തമാണല്ലോ? വ്യക്തമാണ്. തുടങ്ങാം. മത്സരി 2 ഷബീൽ ഉമർ. ഷബീൽ ഉമർ മത്സരി 2. മനസ്സിൽ വഴികൾ തെളിയിച്ച വാക്കുകൾ ഓർമ്മയിലെ പാതയിൽ നിലകൊള്ളും എന്നും കുഞ്ഞു ഹീറോ. മലയാളമയുടെ ചെത്തവും ചൂരും അമ്മിഞ്ഞപ്പാലൊപ്പം ശ്രവിച്ച മലയാളികളെ, വിശിഷ്യ ടോസ് മാസ്റ്റർ ഫാത്തിമ, അഭിവാദ്യങ്ങൾ. പ്രസക്തമായ
മനുഷ്യ കരങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്ന എല്ലാ അപകടങ്ങൾക്കും ഇടയിൽ ഇത്തരത്തിലുള്ള തുരുത്തുകളാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത്. പ്രസംഗം മൊത്തത്തിൽ എടുത്താൽ തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് ആകർഷകമായി തോന്നിയ ചില കാര്യങ്ങൾ അതിൻ്റെ കെട്ടും മട്ടും അതിലൂടെ കൊട്ടുമാണ്. കെട്ട് എന്ന് പറയുമ്പോൾ ഘടന, ഉദ്ദേശം, അത് ഉളവാക്കുന്ന ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം, ആ സന്ദേശം ശരിക്കും എത്തിക്കാൻ സാധിച്ചു. മട്ട് എന്ന് പറയുമ്പോൾ അവതരിപ്പിച്ച ശൈലി, സംഭാഷണ രീതി, വ്യത്യസ്ത വ്യക്തികളിലൂടെയുള്ള പ്രയാണം, ഇതെല്ലാം ആയപ്പോൾ സന്ദേശം തന്നെ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിരുന്നു, ദൃശ്യാവിഷ്കാരം പോലെ. കൊട്ട് എന്ന് പറയുമ്പോൾ ഇത് ശ്രോതാക്കളിൽ ഉണ്ടാക്കുന്ന സ്വാധീനമാണ്. വാക്കുകളായ പൂമ്പാറ്റയും മരവും പനയുമെല്ലാം, ചെറുത്, വിത്ത്, പുഴു, പയ്യെ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ധരണികളിലൂടെ ഒരു പ്രയാണമായിരുന്നു. ആ ഉദ്യമത്തിന് ശരിക്കും കൈഡി കൊടുക്കണം. കൃത്യമായി പറഞ്ഞാൽ നമുക്കൊരു ദൃശ്യാവിഷ്കാരമാണ് ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ നമുക്ക് നൽകിയത്. പ്രസംഗം ആവശ്യത്തിനനുസരിച്ച് ഒഴുക്കും 3 കഥകളിലൂടെ നമുക്ക് ആ സന്ദേശം നമുക്ക് തന്നു. എന്തു പറഞ്ഞാലും ഈ പ്രസംഗത്തിന് മറ്റൊരു തലമുണ്ട്. ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ട് ഒരു തട്ട് കൊടുക്കാം നമുക്ക്. ആ തട്ട് എന്ന് പറയുമ്പോൾ ഒരു കഥ ആയിരുന്നു നല്ലത്, പക്ഷേ നിങ്ങളും കുഞ്ഞും, നിങ്ങളും മറ്റൊരു വ്യക്തിയും, ഉമ്മയുടെ കഥ, നിങ്ങളുടെ പ്രസംഗത്തിലൂടെ തന്നെ, ആ പ്രസംഗം തന്നെ എന്തിലൂടെ വന്നു? പിന്നീട് എൻ്റെ ഉമ്മച്ചി എന്ന് പറയുമ്പോൾ ഈ 3 കഥകളെയും ഒരുമിച്ച് ഒരു കഥയിലാക്കി കുഞ്ഞു ഹീറോവിനെ ഒരുമിച്ച് കൊണ്ടുവരാമായിരുന്നു എന്ന ഒരു എളിയ സന്ദേശം. മാത്രമല്ല ദൃശ്യാവിഷ്കാരം ഒന്നുകൂടി നന്നാക്കാമായിരുന്നു. വെളിച്ചത്തിന് മറുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് ഒരു മതിൽ നിങ്ങളുടെ സ്ഥലം പരിമിതപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ വെല്ലുവിളിയാകാമായിരുന്നു ഈ ഒരു അവസരം. ലോകമലയാളം നിങ്ങൾക്കൊരു വേദിയാക്കാമായിരുന്നു. എങ്ങനെ ഉച്ചാരണത്തിലൂടെയും വന്ന പാകപ്പകൾ മാറ്റി സമയത്തെ ബന്ധിതമായി സംസാരിച്ച്, ചുരുക്കി പറഞ്ഞാൽ കെട്ടും മട്ടും കൊട്ടും കൊണ്ട്, ചെറിയൊരു തട്ടും കൊണ്ട് പ്രസംഗം വളരെ ഭംഗിയായിരുന്നു. എനിക്ക് നിങ്ങളുടെ ശൈലിയും ഘടനയും സ്വാധീനിച്ച രീതിയുമാണ് ഇഷ്ടപ്പെട്ടത്. കഥ ഒന്നാക്കി, ദൃശ്യാവിഷ്കാരം ഒന്നുകൂടി നന്നാക്കി, ഉച്ചാരണം നന്നാക്കി സമയത്തെ വെല്ലുവിളിച്ചിരുന്നെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് എത്താമായിരുന്നു. തിരിച്ച് അവതാരകനിലേക്ക്. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ഷബീൽ ഉമർ. ഇനി 1 മിനിറ്റ് നിശബ്ദത പാലിക്കാം. 1 മിനിറ്റ് ആകുമ്പോൾ ചുവന്ന നിറം കാണിക്കാൻ സമയ നിരീക്ഷകനോട് അഭ്യർത്ഥിക്കുന്നു. 3ാമത്തെ മത്സരിയെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സൂ മാസ്റ്ററോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി സമയ നിരീക്ഷക. മത്സരി 3 ബിജു നായർ. മത്സരി 3 ബിജു നായർ. താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണാമല്ലോ? സമയ നിരീക്ഷയെ കാണാം. എനിക്ക് ടാർഗറ്റ് സ്പീക്കറിനെ കൂടി ഒന്ന് ഫോക്കസിലിടാണെങ്കിൽ നന്നായിരുന്നു. അല്ല, അത് പൊതുവായുള്ള നിയമത്തിനെതിരാണ്. സമയ നിരീക്ഷകയെ കാണാമല്ലോ. സമയ നിരീക്ഷകയെ മാർക്ക് ചെയ്യുക, പിൻ ചെയ്യുക. സമയ നിരീക്ഷയെ കാണാം.
കാണാം. ദൃശ്യ ശ്രാവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. മുഖ്യ വിധികർത്താവ്. ദൃശ്യവും ശ്രാവ്യവും വ്യക്തമാണല്ലോ? വ്യക്തമാണ്. മുഖ്യ വിധികർത്താവ്. കേൾക്കാം, തുടങ്ങാം. മത്സരി 3, ബിജു നായർ. ബിജു നായർ മത്സരി 3. എല്ലാവർക്കും നമസ്കാരം. ടോസ്റ്റ് മാസ്റ്റർ ശ്രീമതി ഫാത്തിമ, ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. എന്തിനാണെന്നല്ലേ, സർഗാത്മകതയുടെ ഭാവനകൾ വിരിയുന്ന ഈ ഭാവനീയം എന്ന വേദി സ്വയമേ തിരഞ്ഞെടുത്ത് മുന്നോട്ട് വന്ന് സധൈര്യം പ്രസംഗം അവതരിപ്പിച്ചത്. അതിനാദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. കുഞ്ഞു ഹീറോ, എത്ര മനോഹരമായ ശീർഷകം. ആ ശീർഷകം നമ്മളെല്ലാവരെയും പിടിച്ചിരുത്തിയ ഒരു ശീർഷകമാണ്. ഈ പ്രസംഗം മകന്റെയും കൂട്ടുകാരന്റെയും ഉമ്മയുടെയും ഒക്കെ കഥ പറഞ്ഞ ഈ പ്രസംഗത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? ഒന്ന്, ആശയം. വിഷയം തിരഞ്ഞെടുത്ത വൈഭവ്യം. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വിഷയം, എല്ലാവരെയും തികച്ചും തൊട്ടുപോകുന്ന ഒരു വിഷയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. അത് വളരെ മനോഹരമായിരുന്നു. 2, അവതരണം. നല്ല രസകരമായ അവതരണം. നുറുങ്ങു കഥകൾ പറഞ്ഞ് സംഭാഷണ ശകലങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ അവതരണം. നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ഒരു മാണിക്യ മധുര വീണയുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് തൊട്ട് വളരെ മനോഹരമായിട്ട് ശബ്ദ വ്യതിയാനങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയ ഒരു ഗംഭീര അവതരണം. അതിന് അഭിനന്ദനങ്ങൾ. ആത്മവിശ്വാസം. നിങ്ങളുടെ ആണല്ലോ കഥ പറയുന്നത്. നിങ്ങളിലുള്ള പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു അവതരണമായിരുന്നു അത്. അതിനും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അനുപമമായ ഒരു സന്ദേശം. എന്തായിരുന്നു? വലിയ കാര്യമൊന്നും ചെയ്യണമെന്നില്ല, ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മതി. എത്ര മനോഹരമായ ഒരു കുഞ്ഞു ഹീറോ അല്ല, ഒരു കുഞ്ഞു മെസ്സേജ് എങ്കിലും അത് വലുതായി നിറഞ്ഞു നിൽക്കുന്ന ആ സന്ദേശം, അത് വളരെ മനോഹരമായിരുന്നു എന്ന് വേണം പറയാം. അതുകൊണ്ട് ആശയം, അവതരണം, ആത്മവിശ്വാസം, അനുപമമായ സന്ദേശം, ഇവ കൊണ്ട് മികച്ചു നിന്ന ഒരു പ്രസംഗമായിരുന്നു ഇത്. ഇനി എൻ്റെ എളിയ അഭിപ്രായങ്ങളാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെയ്ത പ്രസംഗമുണ്ടല്ലോ, ഒരു പടിയെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആദ്യമേ തന്നെ പറയേണ്ടത് ആമുഖം. ഒരു പ്രസംഗത്തിന്റെ ആമുഖം എന്ന് പറയുന്നത് എൻ്റെ തിരയെഴുത്ത് പോലെയാണ്. ഒരു തിര എഴുന്നള്ളിപ്പാണ്. മികച്ചു വന്നു നിന്നാൽ അവിടെ കേൾക്കുന്ന ഒരു പ്രേക്ഷകനെ അവിടെ പിടിച്ചിരുത്തുക തന്നെ ചെയ്യും. അതിന് ഒന്നുകൂടി ഒന്ന് ഉടച്ചു വാർത്താൽ അത് വളരെ മനോഹരമായേക്കാം. ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. അച്ചടക്കം. ചെറുതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ശകലമുണ്ടല്ലോ, ആ പ്രസംഗത്തിന്റെ ശകലം, ഒരു ഗുരുവിൽ നിന്നുകൊണ്ട് ആരോ ഒരു ഗുരുക്കന്മാരിൽ നിന്ന് മുൻനിർത്തിക്കൊണ്ട് ഒന്നുകൂടി ഒന്ന് അച്ചടക്കത്തിലൂടെ ഒന്ന് ഒതുക്കിയെടുത്തു നോക്കൂ. വളരെ മനോഹരമായിരിക്കും ആ പ്രസംഗം. മൂന്നാമത്തത്, ഈ പ്രസംഗത്തിനിടയിൽ മുന്നോട്ടേക്കും പിന്നോട്ടേക്കുമുള്ള ഒരു ചലനമുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണിലാണ് ചെയ്തതെന്ന് തോന്നുന്നു. അതൊരു ലാപ്ടോപ്പിലായിരുന്നു കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവസാനത്തെ സന്ദേശം, ആഹ്വാനത്തോടെയുള്ള ഒരു സന്ദേശം, അവിടെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് കൂടി ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ആഹ്വാനമുണ്ടല്ലോ ഉറപ്പായിട്ടും പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയത്. ചുരുക്കി പറഞ്ഞാൽ ആശയം കൊണ്ടും അവതരണം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അനുപമമായ ഒരു സന്ദേശം കൊണ്ടും അർത്ഥവത്തായ ശീർഷകം കൊണ്ടും മികച്ചു നിന്ന പ്രസംഗം. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുള്ള ആമുഖത്തിന്റെയും അച്ചടക്കത്തിന്റെയും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പിന്നോട്ടേക്കുമുള്ള ഒരു നിയന്ത്രണവും കൊണ്ടുവന്നാൽ ഇത് മനോഹരമായ ഒരു പ്രസംഗമായി മാറും, ഉറപ്പു തന്നെ. നിങ്ങൾക്ക് പ്രസംഗത്തിന്റെ വാതായനങ്ങൾ മുന്നിൽ തുറന്നു കിടക്കുന്നു. മുന്നോട്ടേക്ക് പോകൂ. നിങ്ങളൊരു കുഞ്ഞു ഹീറോ ഇല്ല, വലിയ ഹീറോ തന്നെയാണ്. അവതാരകനിലേക്ക് മ്യൂട്ടാണ് സാർ, മ്യൂട്ടാണ്. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ബിജു നായർ. ഇനി 1 മിനിറ്റ് നിശബ്ദതയ്ക്കുള്ള സമയമാണ്. സൂം മാസ്റ്റർ ദയവായി 4ാമത്തെ മത്സരാർത്ഥിയെ മുഖ്യവേദിയിലേക്ക് കൊണ്ടുവരും. ടൈമറെ കാണുന്നില്ലല്ലോ. ഹലോ,
ടൈമറെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ. സ്റ്റാൻഡ് ബൈ ഡിവൈസ് ഇപ്പോഴും റൂമിലാണ് ഉള്ളത്, അതൊന്ന് പുറത്തേക്ക് എടുക്കാമോ? നന്ദി. മത്സരി 4, സുവി അജിത്ത്. സുവി അജിത്ത്, താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണാമല്ലോ. സ്റ്റാൻഡ് ബൈ ഡിവൈസ് ഇപ്പോഴും ബ്രേക്ക്ഔട്ട് റൂമിലാണ് ഉള്ളത്, അതൊന്നും എടുക്കണം. സ്റ്റാൻഡ് ബൈ ഡിവൈസ് കൊണ്ടുവരണം. സ്റ്റാൻഡ് ബൈ ഡിവൈസ് ഇങ്ങനെ എടുക്കുക. ബ്രേക്ക്ഔട്ട് സ്റ്റാൻഡ് ബൈ ഡിവൈസും കൊണ്ടുവരണോ? ആ, ഒരു നിമിഷം. ഞാനത് ലീവ് ചെയ്തോട്ടെ. എന്റെ സൗണ്ട് ക്ലിയർ. സ്റ്റാൻഡ് ബൈ ലീവ് ചെയ്തോട്ടെ. തീർച്ചയായും. ഓക്കെ, ലീവ് ചെയ്തു. സുമാസ്റ്റർ തുടരാമല്ലോ. തീർച്ചയായിട്ടും. സുവി അജിത്ത്, താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണാമല്ലോ. ആവശ്യമെങ്കിൽ സമയ നിരീക്ഷകയെ പിൻ ചെയ്തോളൂ. പിൻ ഓപ്ഷൻ ഇല്ല. വ്യൂ പ്രൊഫൈലില് ചാറ്റ് എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കാണാമല്ലോ. കാണുന്നുണ്ട്. ദൃശ്യ ശ്രാവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. മുഖ്യ വിധികർത്താവ് ദൃശ്യവും ശ്രാവ്യവും വ്യക്തമാണല്ലോ. അതെ, വ്യക്തമാണ്. നമുക്ക് തുടങ്ങാം. മത്സരി 4, സുവി അജിത്ത്. സുവി അജിത്ത്, മത്സരി 4. പയ്യെ തിന്നാൽ പനയും തിന്നാം. ബഹുമാനപ്പെട്ട മത്സരാധ്യക്ഷൻ, മുഖ്യ വിധികർത്താക്കളെ, ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, ഏവർക്കും വിനീതമായ നമസ്കാരം. വളരെ നിസ്സാരമായ കാര്യം, ചെറിയൊരു കാര്യം, റോഡ് മുറിച്ചു കടക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ ചെറുതല്ല, അതിന് വളരെ വലിയ വിലയുണ്ട് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഇന്നിവിടെ പ്രഭാഷണം നടത്തിയ പ്രഭാഷകയ്ക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എത്ര മനോഹരമായ ഒരു തുടക്കമായിരുന്നു. ഒരു ചെറിയ വിത്തിൽ നിന്നുമാണ് വൻമരം ഉണ്ടാകുന്നത്. ആ ഒരൊറ്റ വാചകത്തിൽ കൂടെ തന്നെ നമ്മളെ അനുവാചകരെ എല്ലാം ഒരു വലിയ ആശയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട അതിന്റെ വിജയം എന്ന് പറയുന്നത് ആ ഒരു 3 കഥാസന്ദർഭങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തിയത്. ഒരു പ്രഭാഷണത്തിന്റെ അടിസ്ഥാന സത്വം എന്ന് പറയുന്നത് അതിലൊരു കഥ ഉൾപ്പെടുത്തുക, ആ കഥയ്ക്ക് അനുയോജ്യമായ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിലും ഈ പ്രഭാഷണം എന്തുകൊണ്ടും വിജയകരമായി എന്നുള്ളതാണ്. പിന്നീട് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്, നാം എല്ലാം അറിയേണ്ടത് നമുക്ക് അറിവാണ്. ആ ഒരു അറിവ് ആ പ്രഭാഷണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രതിധ്വനിച്ചിരുന്നു എന്നുള്ളത് ഈ പ്രഭാഷണത്തെ എന്തുകൊണ്ടും വിജയകരമാക്കി തീർത്തു. എന്നിരുന്നാൽ പോലും ഒരു പ്രഭാഷണത്തെ അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കുന്നത് അതിന്റെ നമ്മൾ മെച്ചപ്പെടുത്തേണ്ട വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ വീക്ഷിച്ച 1-2 നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. കഥാസന്ദർഭങ്ങൾ 3 കഥാസന്ദർഭങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ആ കഥാസന്ദർഭങ്ങൾക്ക് ഒരു ശബ്ദവ്യതിയാനം നൽകുകയാണെങ്കിൽ, ശബ്ദവ്യതിയാനം നൽകിയിരുന്നു. ഒരുപക്ഷെ അത് ശബ്ദവ്യതിയാനം നൽകിയ വ്യത്യസ്തമായ തലമുറകൾ ഉള്ളവരുമായിട്ടുള്ള കഥയാണത്. ആദ്യം കുട്ടിയുമായിട്ടാണ്. അപ്പൊ കുട്ടി പറയുകയാണ്, ഉമ്മ എനിക്ക് വലുതായാലും എത്ര വലുതായാലും എനിക്ക് ചെറിയ ആളായാൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുകയായിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അത് കുറച്ചുകൂടെ ഹൃദയസ്പർശിയാകുമായിരുന്നു. എന്നാൽ അവിടെ ഉമ്മയുടെ സംഭാഷണം വരുമ്പോൾ ഉമ്മ പറയുന്നത് കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം നിനക്ക്. അപ്പോൾ അതിൻ്റെതായ ഒരു ഊർജവും പ്രസരിപ്പും നമ്മൾ അവിടെ നൽകിയിരുന്നുവെങ്കിൽ ആ പ്രഭാഷണം അനുവാചകരിലേക്ക് വളരെ മനോഹരമായിട്ട് ഹൃദയസ്പർശിയായിട്ട് ഇറങ്ങിച്ചെല്ലുമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലൊരു ഊർജം വേണം, ഒരു പ്രസരിപ്പ്, ഒരു ചടുലത ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രഭാഷണത്തെ നമ്മൾ എന്താണോ അറിയിക്കുവാനായിട്ട് കേൾവിക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചത് അത് വളരെ പെട്ടെന്ന് നമുക്ക് എത്തിക്കുവാൻ സാധിക്കും. എല്ലാ രീതിയിലും ഇന്നത്തെ പ്രഭാഷണം മികച്ചത് തന്നെയായിരുന്നു. വിജയത്തിന്റെ എല്ലാ ഘടകങ്ങളും അതിലുണ്ടായിരുന്നുവെങ്കിൽ പോലും ഞാൻ ഇന്നിവിടുത്തെ എന്റെ പ്രഭാഷണത്തെ സമഞ്ജസമായി സംഗ്രഹിക്കുകയാണെങ്കിൽ
താങ്കൾ ദയവായി അതിനകത്ത് ശബ്ദഗരിമ സന്ദർഭത്തിനനുസരിച്ച് ശബ്ദം കൊണ്ടുവരികയാണെങ്കിൽ, ശബ്ദ വ്യതിയാനം നൽകുകയാണെങ്കിൽ ഈ ആശയസമ്പുഷ്ടമായ ഈ ഒരു പ്രഭാഷണത്തെ അതിന്റെ അത്യുന്നതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ പ്രസംഗത്തിൽ വേണ്ട എല്ലാ ഘടകങ്ങളും അതിനുണ്ട്. അതിന് ഇനിയും പ്രസംഗകലയുടെ അത്യുന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടോസ് മാസ്റ്റർ സുവി അജിത്. ഇനി ഒരു നിമിഷം നിശബ്ദതയാണ്. സൂം മാസ്റ്റർ അഞ്ചാമത്തെ മത്സരിയെ പ്രധാന വേദിയിലേക്ക് കൊണ്ടുവന്നാലും. നന്ദി. മത്സരി 5 ഷാനിദ് ടി. താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണാമല്ലോ. ടൈമർ 1, ടൈമർ 2 കാണാം. ആവശ്യമെങ്കിൽ പിൻ ചെയ്യാം സമയ നിരീക്ഷകയെ. എനിക്ക് ഉടനീളം കാണാൻ കഴിയുമല്ലോ അല്ലേ? പിന്നെ കാണുന്നുണ്ടല്ലോ. അതെ. ദൃശ്യ ശ്രാവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന വാക്കുകൾ ദയവായി ആവർത്തിക്കുക. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. മുഖ്യ വിധികർത്താവ്. ദൃശ്യവും ശ്രാവ്യവും വ്യക്തമാണല്ലോ. കാണാൻ കേൾക്കാം. തുടങ്ങാം. മത്സരി 5 ഷാനിദ് ടി. ഷാനിദ് ടി മത്സരി 5. ചിന്തകൾക്ക് പ്രഭയുണ്ടാകുമ്പോൾ വാക്കുകൾ കിരണങ്ങളാവുന്നു. അപ്പോൾ പ്രസംഗം സത്യത്തിന്റെ ശബ്ദമായി ഹൃദയത്തെ സ്പർശിക്കുന്നു. ടോസ് മാസ്റ്റർ ഫാത്തിമ, താങ്കളുടെ മനോഹരമായ പ്രസംഗം എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. എല്ലാവർക്കും നമസ്കാരം. ടോസ് മാസ്റ്റർ ഫാത്തിമ, താങ്കൾ അവതരിപ്പിച്ച പ്രസംഗത്തിലെ പ്രസക്തമായ 3 ഘടകങ്ങൾ നിങ്ങളോട് വിവരിക്കുകയാണ്. ആശയസമ്പുഷ്ടമായ ഉള്ളടക്കം, കാണികളായ എല്ലാവരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന 2-3 ആശയങ്ങൾ. ശ്രമങ്ങൾ ചെറുതാണെങ്കിലും നിരന്തരമായ ശ്രമത്തിലൂടെ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാം. അതേപോലെ കരുണയുടെ കൈകൾ നീട്ടുക, താങ്കളുടെ ഉമ്മാമയിൽ നിന്നുള്ള പാഠം. ആശയസമ്പുഷ്ടമായ ഉള്ളടക്കം. 2ാമത് ആധികാരികമായ പ്രസംഗ സംവേദനം. താങ്കൾ ഒരു മാതാവ്, താങ്കളുടെ കുഞ്ഞ്, കൂടെ ഉമ്മാമ, അതുകൂടാതെ താങ്കളുടെ സുഹൃത്ത്, ഇവരുടെ കഥകൾ പരസ്പരം കോർത്തിണക്കിയപ്പോൾ മൗലികതയുടെ സ്വാധീനം അത് വല്ലാതെ അനുഭവപ്പെട്ടു. താങ്കളുടെ ജീവിതത്തിൽ നിന്നുള്ള കഥകളായിരുന്നു ആധികാരികമായ പ്രസംഗ സംവേദനം. 3ാമതായി വ്യക്തവും മനോഹരവുമായ സന്ദേശം. ഓരോ പൂമ്പാറ്റയും ഉണ്ടാവുന്നത് ചെറിയ ഒരു പുഴുവിൽ നിന്നാണ്. അതേപോലെ എല്ലാ വലിയ കാര്യങ്ങളും തുടങ്ങുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള മനോഹരമായ സന്ദേശം. ഇനി താങ്കളുടെ മനോഹരമായ പ്രസംഗത്തെ എങ്ങനെ ക്രിയാത്മകമായി നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമെന്ന് ഞാൻ സവിനയം താങ്കളോട് നിർദ്ദേശിക്കുന്നു. 3 കാര്യങ്ങൾ. 1, കഥകളുടെ ക്രമീകരണം. താങ്കൾ 3 കഥകൾ ഇവിടെ സംവേദിച്ചു. 1, താങ്കളും കുഞ്ഞുമായുള്ള സംവേദനം, ആ കഥാ പശ്ചാത്തലം. 2ാമതായി താങ്കളും കൂട്ടുകാരനും, ആ കഥാ പശ്ചാത്തലം. പിന്നെ 3ാമതായി ഉമ്മാമയും താങ്കളുമായിട്ടുള്ള ആ ചിന്തകൾ. പക്ഷെ ഈ 3 കഥകളിലൂടെയും മുന്നോട്ട് വരുന്നത് 3 കഥാ പശ്ചാത്തലമാണ്. അപ്പോൾ എൻ്റെ ചിന്താമണ്ഡലങ്ങളെ കുറച്ച് വിഭജിച്ചു പോയി. അതിനു പകരം ഒരു കഥയിൽ തന്നെ ലക്ഷ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ 2 കഥയിൽ ലക്ഷ്യം പ്രാപിക്കുക. 2ാമതായി
കഥാപാത്രത്തിന്റെ സ്ഥാനക്രമങ്ങൾ 3 കഥകളിലപ്പോൾ തന്നെ 4ഓ 5ഓ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങളുടെ സ്ഥാനക്രമങ്ങൾ മൗലികമായി നിശ്ചയിക്കണമെങ്കിൽ താങ്കളുടെ സ്ക്രീന് തിരശ്ചീനമായ രീതിയിൽ ആക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആകുമായിരുന്നു. മൂന്നാമതായി പ്രസംഗത്തിന്റെ സ്ഥാനക്രമം. താങ്കൾ പ്രസംഗത്തിലുടനീളം മുന്നോട്ടും പുറകോട്ടും ചലിക്കുന്നതായി കണ്ടു. താങ്കളുടെ കാലുകൾ അകൽച്ചയിൽ സൂപ്പർമാൻ രീതിയിൽ വെച്ചിരുന്നെങ്കിൽ നല്ല ഗുരുത്വാകർഷണത്തോടെ നല്ല ധൈര്യത്തോടെ താങ്കൾക്ക് താങ്കളുടെ സന്ദേശം, താങ്കളുടെ കഥകൾ, പ്രസംഗങ്ങൾ അനുവാചകനിലേക്ക് യാതൊരു ചലനവുമില്ലാതെ കൊടുക്കുവാൻ കഴിയുമായിരുന്നു. അവലോകനത്തിന്റെ സംഗ്രഹത്തിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങളിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ആശയസമ്പുഷ്ടമായ ഉള്ളടക്കം, ആധികാരികമായ പ്രസംഗ സംവേദനം, വ്യക്തവും മനോഹരമായ സന്ദേശം. ഇനി 3 കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധ ചെലുത്തി ക്രിയാത്മകമായി ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങൾ: കഥകളുടെ ക്രമീകരണങ്ങൾ, കഥാപാത്രത്തിന്റെ സ്ഥാനക്രമങ്ങൾ, അതുപോലെ പ്രസംഗന്റെ സ്ഥായി ഭാവം, വേദിയിൽ ചെയ്യേണ്ട അവസ്ഥകൾ. ഇനിയും പ്രസംഗങ്ങൾ കൊടുത്ത് പ്രേരിപ്പിച്ച് താങ്കൾക്ക് ഹർഷാരവം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മത്സര അധ്യക്ഷനിലേക്ക് നന്ദി ടോസ് മാസ്റ്റർ ഷാനിത് ടി. ഇനി 1 മിനിറ്റ് നിശബ്ദതയുടെ സമയമാണ്. 6ാമത്തെ മത്സരിയെ മുഖ്യവേദിയിലേക്ക് കൊണ്ടുവരാൻ സു മാസ്റ്ററോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി. മത്സരി 6 സുബി എം ബാബു. സുബി എം ബാബു, താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണാമല്ലോ. ആവശ്യമെങ്കിൽ പിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഗാലറിയിലാണ് എന്റെ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. ഞാനത് തുടർന്നാൽ മതിയാവുമല്ലോ? മതി. ദൃശ്യ ശ്രാവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക. ഇന്നത്തെ വിജയി ഞാനാണ്, തീർച്ച. ഇന്നത്തെ വിജയി ഞാനാണ്, തീർച്ച. മുഖ്യ വിധികർത്താവ്, ദൃശ്യവും ശ്രാവ്യവും വ്യക്തമാണല്ലോ? വ്യക്തമാണ്. നമുക്ക് തുടങ്ങാം. മത്സരി 6 സുബി എം ബാബു. സുബി എം ബാബു, മത്സരി 6. 13 ഒരു ഭാഗ്യസംഖ്യയാണ്. എൻ്റെ മത്സരാധ്യക്ഷന്റെ പിറന്നാളായതുകൊണ്ട് മാത്രമല്ല, ജൂൺ 13 നാളെ നടക്കുന്ന അന്താരാഷ്ട്ര പ്രസംഗങ്ങളുടെ, അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും മലയാളം സംസാരിക്കുന്ന ടോസ് മാസ്റ്റേഴ്സ് ഉള്ള എല്ലാ രാജ്യങ്ങളിലെയും ഏറ്റവും മികച്ച പ്രസംഗിക്കുന്ന അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന്റെ സന്ദേശവാഹകനായ ഒരു പ്രസംഗം കേൾക്കാൻ കഴിയുന്നതിൽ ഈ 13 ഞാൻ ഭാഗ്യവാൻ. എൻ്റെ പിറന്നാൾ കുഞ്ഞ് മത്സരാധ്യക്ഷൻ, നല്ല ഹീറോയിൻ ഇന്നത്തെ പ്രസംഗക, എൻ്റെ മത്സര അർത്ഥി സുഹൃത്തുക്കളെ, മറ്റ് ടോസ് മാസ്റ്റർ സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മികച്ച പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ ഒരു മികച്ച പ്രസംഗമാലയുടെ തുടക്കം ആകത്തക്ക രീതിയിലുള്ള നല്ലൊരു പ്രസംഗമാണ്. ഈ പ്രസംഗത്തിന് അഴകു കൂട്ടിയ അല്ലെങ്കിൽ അലങ്കാരം കൂട്ടിയ ചില വിഷയങ്ങളുണ്ട്, ചില ഘടകങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, കുഞ്ഞ് ഹീറോ എന്ന ഈ പ്രസംഗത്തിലൂടെ ടോസ് മാസ്റ്റർ ഫാത്തിമ സ്വന്തം അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. സ്വന്തം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമോ സന്ദേശമോ കൂടുതൽ ആധികാരികത നൽകും നിങ്ങളുടെ സന്ദേശങ്ങൾക്ക്.
മമ്മയും മോനും, കൂട്ടുകാരൻ, ഉമ്മച്ചി തുടങ്ങിയ 2-3 സ്വന്തം അനുഭവങ്ങളിലൂടെയാണ് ഈ കഥ അല്ലെങ്കിൽ ഈ സന്ദേശം ഫാത്തിമ നമ്മളോട് പങ്കുവച്ചത്. 2, നല്ല ചില പ്രയോഗങ്ങൾ എനിക്ക് ഇന്നത്തെ പ്രസംഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. യമണ്ടൻ, ബിഗ്, ഡിഫിക്കൽട്ടാണ് എന്ന ആ കൊഞ്ചിയുള്ള പറച്ചിൽ മോന്റെ. എല്ലാ വലിയ കാര്യങ്ങളും തുടങ്ങുന്നതും ചെറിയ തുടക്കത്തിലൂടെയാണ്. വൻമരം ഉണ്ടാകുന്നത് ചെറുവിത്തിൽ നിന്നാണ് തുടങ്ങിയ നല്ല പ്രയോഗങ്ങൾ ഈ പ്രസംഗത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട്. 3, അംഗവിക്ഷേപങ്ങൾ. താങ്കൾ ഉപയോഗിച്ച സ്ക്രീൻ ഒരു മൊബൈലിന്റെ ലംബമായുള്ള സ്ക്രീൻ ആണെങ്കിലും താങ്കളുടെ അംഗവിക്ഷേപങ്ങൾ, അതായത് ഈ 3 കഥകളിലെയും അംഗവിക്ഷേപങ്ങൾ വളരെ നന്നായി രണ്ടുപേരുടെ സംഭാഷണത്തിലൊക്കെ ഉപയോഗിച്ച് വളരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിത്തും മരമായി വളരുന്നതിന് ചില പരിചരണങ്ങൾ ആവശ്യമാണ്. അതുപോലെയുള്ള ചെറിയ ചില നുറുങ്ങ് പിന്തുണ നിങ്ങൾക്ക് നൽകാൻ ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമയ്ക്ക് നൽകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1, ഇന്നത്തെ പ്രസംഗം ഒരു കുഞ്ഞു ഹീറോയിൽ നിന്ന് തുടങ്ങിയെങ്കിലും എനിക്ക് ആ ഒഴുക്ക് തോന്നിയില്ല. 3 അനുഭവങ്ങളിലൂടെ പ്രസംഗം അവസാനിപ്പിച്ചെങ്കിലും കുഞ്ഞു ഹീറോയിൽ തന്നെ എത്തി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇന്നത്തെ പ്രസംഗം അല്പം കൂടെ മിനുക്കിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനൊരു സംഭവം പറയാം. പുള്ളിക്കാരൻ, പുള്ളിക്കാരി, എന്താന്ന് വെച്ചാൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കാണിക്കുന്നത് ഈ പ്രസംഗങ്ങൾക്ക് കുറച്ചും കൂടി മിനുക്കൽ ആവശ്യമുണ്ടായിരുന്നു എന്നാണ്. മൊത്തത്തിൽ നല്ല പ്രയോഗങ്ങളും സ്വയം അനുഭവങ്ങളും അംഗവിക്ഷേപങ്ങളും കൊണ്ട് മെച്ചപ്പെടുത്തിയ പ്രസംഗം, നല്ല ഒഴുക്കും ഒരല്പം മിനുക്കലും ഉണ്ടെങ്കിൽ ഈ ചെറുവത്തിൽ നിന്ന് വൻമരമുണ്ടാവും. വളമിട്ട് സംരക്ഷിച്ച് ഈ പ്രസംഗ ശേഷിയെ വളർത്തുവാൻ താങ്കൾക്ക് കഴിയട്ടെ. തിരികെ മത്സരാവതാരത്തിൽ. നന്ദി ടോസ്റ്റ് മാസ്റ്റർ സുബി എം ബാബു. ഇനി 1 മിനിറ്റ് നിശബ്ദതയുടെ സമയമാണ്. സൂം മാസ്റ്റർ മത്സരി 7 മുഖ്യവേദിയിലേക്ക് കൊണ്ടുവന്നാലും. നന്ദി. മത്സരി 7 ഗായത്രി വിജേഷ്. ഗായത്രി വിജേഷ്, താങ്കൾക്ക് സമയനിരീക്ഷകയെ കാണാമല്ലോ. കാണാം. ആവശ്യമെങ്കിൽ പിൻ ചെയ്യാവുന്നതാണ്. ദൃശ്യ ശ്രാവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന വാക്കുകൾ ദയവായി ആവർത്തിക്കുക. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. മുഖ്യ വിധികർത്താവ് ദൃശ്യവും ശ്രാവ്യവും വ്യക്തമാണല്ലോ. വ്യക്തമാണ്. നമുക്ക് തുടങ്ങാം. മത്സരി 7 ഗായത്രി വിജേഷ്. ഗായത്രി വിജേഷ്, മത്സരി 7. ബഹുമാനപ്പെട്ട മത്സരാധ്യക്ഷൻ, വിധികർത്താക്കളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്ന ഒരു പ്രസംഗം എത്ര മനോഹരമായാണ് താങ്കൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇന്നത്തെ തലമുറയുടെ നാളത്തെ തലമുറയുടെ വാഗ്ദാനമാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കുന്ന പല ചെറിയ കാര്യങ്ങളും പലപ്പോഴും വലിയ കാര്യങ്ങളാണ്. താങ്കളുടെ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട 3 കാര്യം, താങ്കൾ ഉപയോഗിച്ച കഥയും കഥാപാത്രങ്ങളും തമ്മിലുള്ള രൂപാന്തരം.
ഒരു കഥയിൽ നിന്ന് അടുത്ത കഥയിലേക്ക് എത്ര മനോഹരമായാണ് താങ്കൾ പോയത്. ഒരു കുഞ്ഞിൽ തുടങ്ങി യുവാവ്, അമ്മൂമ്മ, ഇതെല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ എനിക്ക് തോന്നിച്ചു. അതേപോലെ തുടക്കത്തിൽ ഉപയോഗിച്ച സംഭാഷണം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ ആ അമ്മയോടൊപ്പം തന്നെ ഒരു മിടുക്കനായ ഒരു ആൺകുട്ടിയെയും താങ്കളുടെ ശരീരഭാഷ കൊണ്ടും അംഗവിക്ഷേപങ്ങൾ കൊണ്ടും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അതേപോലെ മലയാള ഭാഷയിൽ നമുക്ക് അന്യം നിന്നു പോകുന്ന പല വാക്കുകളും താങ്കൾ ഇവിടെ ഉപയോഗിച്ചു. വിജയഗാഥ, അന്വർത്ഥം, ഇട്ടാവട്ടം, മനോഹരമായ പദങ്ങൾ താങ്കൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. താങ്കളുടെ ഈ പ്രസംഗം ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ എൻ്റെ വക ചെറിയ 2-3 നിർദ്ദേശങ്ങൾ. പലപ്പോഴും ഈ പ്രസംഗം ഒരു കഥ പറച്ചിലിന്റെ ശൈലിയിലോട്ട് പോയി. ഇതൊരു പ്രസംഗ വിഷയമാണ്. പലപ്പോഴും നമ്മുടെ ആ ഒരു മലയാള പ്രസംഗത്തിന്റെ ഒരു അന്തസത്തത പല സ്ഥലത്തും നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നി. മലയാളത്തിലെ ഒരുപാട് നല്ല വാക്കുകൾ ഉപയോഗിച്ചതിനോടൊപ്പം തന്നെ ഈ ആംഗലേയ ഭാഷയുടെ ഒരു അതിപ്രസരവും എനിക്ക് താങ്കളുടെ പ്രസംഗത്തിൽ കാണാൻ കഴിയുന്നു. കുഞ്ഞു ഹീറോ എന്ന് പറയുന്നതിന് പകരം കുഞ്ഞു നായകൻ എന്ന് പറയാം. അതേപോലെ ട്യൂഷൻ, ജോയിൻ, പേജ്, എക്സാം, പാസ്, ഇതിനെല്ലാം നമുക്ക് മനോഹരമായ മലയാള പദങ്ങളുണ്ട്. അതേപോലെ വേറൊരു കാര്യം, ഒരുപാട് കഥകളും ഒരുപാട് കഥാപാത്രങ്ങളും വരുമ്പോൾ കേൾവിക്കാരിൽ അതൊരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. കഥ പറയുന്ന രീതി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും നമ്മൾ 1-2 കഥാപാത്രങ്ങളെ കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. താങ്കളുടെ പ്രസംഗം ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ, വളരെ ഇന്നത്തെ നമ്മൾ ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയം കൊണ്ടുവന്ന് വളരെ സരസമായി, ലളിതമായി താങ്കൾ പറഞ്ഞു. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറയുന്ന പോലെ ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ നാളേക്കുള്ള വലിയ നന്മകളായി മാറും എന്ന സന്ദേശവും താങ്കൾ നൽകി. ഞാൻ പറഞ്ഞു തന്ന 1-2 നിർദ്ദേശങ്ങൾ താങ്കൾക്ക് ശ്രദ്ധിച്ചാൽ നാളെ ഒരു നല്ല പ്രാസംഗികയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരികെ മത്സരാധ്യക്ഷനിലോട്ട്. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ഗായത്രി വിജേഷ്. ഇനി ഒരു നിമിഷം നിശബ്ദതയുടെ സമയമാണ്. സൂം മാസ്റ്റർ 8ാമത്തെ മത്സരാർത്ഥിയെ മുഖ്യവേദിയിലേക്ക് കൊണ്ടുവന്നാലും. നന്ദി. മത്സരി 8 നജീബ് നസീർ. നജീബ് നസീർ, താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണാമല്ലോ. കാണാൻ കഴിയുന്നു. ആവശ്യമെങ്കിൽ പിൻ ചെയ്യാവുന്നതാണ്. പിൻ ചെയ്തിട്ടു. ദൃശ്യ ശ്രാവ്യ പരിശോധനയ്ക്കായി ഞാൻ പറയുന്ന വാക്കുകൾ ദയവായി ആവർത്തിക്കുക. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. ഇന്നത്തെ വിജയി ഞാനാണ് തീർച്ച. മുഖ്യ വിധികർത്താവ് ദൃശ്യവും ശ്രാവ്യവും വ്യക്തമാണല്ലോ. വ്യക്തമാണ്. നമുക്ക് തുടങ്ങാം. മത്സരി 8 നജീബ് നസീർ. നജീബ് നസീർ മത്സരി 8. ക്ഷമിക്കണം, ഒരു മിനിറ്റ്. ടോസ്റ്റ് മാസ്റ്റർ ജിനു വർഗീസ്, താങ്കളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കാണുന്നുണ്ട്, അത് ഓഫ് ചെയ്യണം. ടോസ്റ്റ് മാസ്റ്റർ ജിനു, സർജന്റ് ആംസ്. ഓക്കെ, താങ്ക് യു.
നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട മത്സര അധ്യക്ഷൻ, മറ്റ് ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, ചെറു കാര്യങ്ങളിലെ വലിപ്പമുള്ള മഹത്വം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ ഇന്ന് നമുക്ക് മുന്നിൽ സംസാരിച്ചത്. സത്യത്തിൽ ഈ അതിവേഗമായിട്ടുള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിന് ആദ്യമായി ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമയ്ക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിക്കൊള്ളട്ടെ. ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമയുടെ പ്രസംഗത്തിൽ ഉടനീളം ഞാൻ ചില നല്ല കാര്യങ്ങൾ നോക്കിക്കാണുകയുണ്ടായി. ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമയുടെ പ്രസംഗത്തിൽ 2 നല്ല വശങ്ങൾ ഞാൻ പ്രത്യേകം കുറിക്കുകയുണ്ടായി. ഒന്ന്, ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ തൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നുള്ള സംഭാഷണങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ വിവരിക്കുകയും പഴഞ്ചൊല്ലുകൾ, കഥകൾ എന്നിവയുടെ മേമ്പൊടി എന്നിവ ഉൾപ്പെടുത്തി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. 2, മകനും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമയ്ക്ക് കഴിഞ്ഞു. ഏതൊരു പ്രസംഗവും അത് കുറച്ചുകൂടി മികച്ചതാക്കുവാൻ അടുത്ത തവണ നമുക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ഞാൻ 2 പോയിന്റുകൾ എഴുതുകയുണ്ടായി. ഒന്നാമതായി, ടോസ്റ്റ് മാസ്റ്റർ ഫാത്തിമ ഓൺലൈൻ മാധ്യമത്തിലൂടെ നടത്തിയ പ്രസംഗമായതിനാൽ ക്യാമറയിലേക്ക് നോക്കുക എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള പ്രസംഗത്തിൽ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. രണ്ടാമതായി, പ്രസംഗ വേദി കുറച്ചുകൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ പ്രസംഗം ആസ്വാദകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു. മൊത്തത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായ ഭാഷ, മറ്റ് പഴഞ്ചൊല്ലുകളും കഥകളും ഉൾപ്പെടുത്തുകയും ഭാഷയുടെ നല്ല പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം കൂടി ക്യാമറയുടെയും മറ്റുപയോഗങ്ങളും അംഗവിക്ഷേപങ്ങളുടെ ഉപയോഗങ്ങളും എല്ലാം ചേർത്ത് അടുത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുവരാം എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അവതരണ പ്രസംഗം ഇവിടെ നിർത്തുക. നന്ദി ടോസ്റ്റ് മാസ്റ്റർ നജീബ് നസീർ. ഇത് അവസാനത്തെ മത്സരിയായിരുന്നു. ഇനി വിധികർത്താക്കൾക്ക് മാർക്ക് രേഖപ്പെടുത്തുന്നതിനായി 2 മിനിറ്റ് ഇടവേള നൽകേണ്ടതുണ്ട്. 2 മിനിറ്റ് ആകുമ്പോൾ സമയ നിരീക്ഷക ചുവന്ന നിറം കാണിക്കുക. നന്ദി. ഇനി പങ്കാളിത്ത സാക്ഷ്യപത്ര വിതരണമാണ്. മത്സരികളോട് അവരുടെ വീഡിയോയിൽ വരാൻ അഭ്യർത്ഥിക്കുന്നു. പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓൺലൈനിൽ വന്ന് പങ്കാളിത്ത സാക്ഷ്യപത്രം സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ആദ്യമായിട്ട് ബഹുമാന്യയായ നമ്മുടെ പരീക്ഷണ പ്രസംഗക ഡോക്ടർ ഫാത്തിമ BA വളരെ നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ചു. ഡോക്ടർ ഫാത്തിമ BA ടോസ്റ്റ് മാസ്റ്ററിന് എല്ലാ അഭിനന്ദനങ്ങളും.
ഇനി മത്സരികളെ ഓരോരുത്തരെയായി ക്ഷണിക്കുന്നു. മത്സരി 1 ടോസ്റ്റ് മാസ്റ്റർ ജിജോ കടൻതൊട്ട്. മത്സരി 2 ടോസ്റ്റ് മാസ്റ്റർ ഷബീൽ ഉമർ. അഭിനന്ദനങ്ങൾ. മത്സരി 3 ടോസ്റ്റ് മാസ്റ്റർ ബിജു നായർ. മത്സരി 4 ടോസ്റ്റ് മാസ്റ്റർ സുവി അജിത്ത്. അഭിനന്ദനങ്ങൾ. മത്സരി 5 ടോസ്റ്റ് മാസ്റ്റർ ഷാനിദ് ടി. അഭിനന്ദനങ്ങൾ. മത്സരി 6 ടോസ്റ്റ് മാസ്റ്റർ സുബി എം ബാബു. അഭിനന്ദനങ്ങൾ. മത്സരി 7 ടോസ്റ്റ് മാസ്റ്റർ ഗായത്രി വിജേഷ്. അഭിനന്ദനങ്ങൾ. മത്സരി 8 ടോസ്റ്റ് മാസ്റ്റർ നജീബ് നസീർ. അഭിനന്ദനങ്ങൾ. എല്ലാ മത്സരികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഈ മത്സരത്തിൽ സഹായിച്ച എല്ലാ കാര്യകർത്താക്കൾക്കും, സമയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യകർത്താക്കൾക്കും തീർച്ചയായും നന്ദി. മുഖ്യ വിധികർത്താവ്, അവരോടൊപ്പം ഉണ്ടായിരുന്ന അജ്ഞാതരായ വിധികർത്താക്കൾ, ബഹുമാനരായ വിധികർത്താക്കൾ എന്നിവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തിരികെ മുഖ്യ മത്സര അധ്യക്ഷൻ ടോസ്റ്റ് മാസ്റ്റർ ബിജോ പി ബാബുവിലേക്ക്. നന്ദി. സർ മ്യൂട്ടാണ്. സർ മ്യൂട്ടിലാണ്. താങ്ക് യു. നന്ദി DTM മോഹനചന്ദ്രൻ സർ. ആദ്യ അവതാരക സൂചിപ്പിച്ചതുപോലെ ഏതൊരു പ്രവർത്തനത്തിനും എന്നതുപോലെ പ്രസംഗങ്ങൾക്കും അവലോകനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ ഇത്തരമൊരു കാര്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് മെച്ചപ്പെടുവാനും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ട് അടുത്ത പ്രസംഗങ്ങൾ ക്രമീകരിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ കോൺഗ്രസ് മാസ്റ്ററായി പ്രവർത്തിച്ച മത്സര അവതാരകനായിരുന്ന DTM മോഹനചന്ദ്രൻ സാർ പരിചയ സമ്പത്ത് കൊണ്ട് എത്രമാത്രം മനോഹരമാക്കി അത് തീർന്നു എന്ന് പ്രകടമാക്കുന്ന അവതരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്നത്തെ ദിവസം നമ്മുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് അതിമനോഹരമായ വ്യത്യസ്തമായ ശൈലിയിലൂടെ, പരിചയ സമ്പത്തിലൂടെ വളരെ ഊർജ്ജസ്വലമായി ഇന്ന് താങ്കൾ ഈ മത്സരങ്ങളെ നിയന്ത്രിച്ചു. ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ CJയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ മത്സരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാമല്ലോ അല്ലേ? അവസാനിപ്പിച്ചോളൂ, നമ്മൾ റെഡിയാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ലോക മലയാള ടോസ്റ്റ് മാസ്റ്റർ വാർഷിക മത്സരത്തിൽ ഭാവനീയ 2025 അവലോകന മത്സരം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. തിരിച്ച് അവതാരകയിലേക്ക്. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ബിജോ. വളരെ മനോഹരമായി രണ്ടാമത്തെ മത്സരവും ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഭാവനീയം 2025 ഒന്നാം ദിവസത്തിന് തിരശ്ശീല വീഴുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകളുടെ പങ്കാളിത്തം നമ്മുടെ ഈ പരിപാടിയെ ഒരു വിജയമാക്കി തീർത്തു എന്ന് പറയാതിരിക്കാനാവില്ല. എല്ലാം വളരെ മനോഹരമായി തന്നെ നടന്നു. അടുത്തതായി കൃതജ്ഞത അറിയിക്കുന്നതിനും പ്രശംസാപത്രം സമർപ്പിക്കുന്നതിനും വേണ്ടി മുഖ്യ മത്സര അധ്യക്ഷൻ ടോസ്റ്റ് മാസ്റ്റർ ബിജോ പി ബാബുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ പരിപാടി ഇത്ര മനോഹരമായി ഏകോപിപ്പിച്ച് നടത്താൻ രാപ്പകലില്ലാതെ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾക്കുള്ള കടപ്പാടും നന്ദിയും വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല. ഏവരുടെയും പേരിൽ താങ്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വേദി താങ്കൾക്ക് കൈമാറുന്നു. ഏവർക്കും നന്ദി. സ്വാഗതം ടോസ്റ്റ് മാസ്റ്റർ ബിജോ. നന്ദി ടോസ്റ്റ് മാസ്റ്റർ അവതാരക ശ്രീജ പ്രബീഷ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പ്രിയപ്പെട്ട ഇവന്റ് ചെയർ ടോസ്റ്റ് മാസ്റ്റർ സുനിൽ NS,
ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് ബഹുമാനനായ DTM ജോർജ് മേലാടൻ സർ, കേന്ദ്രസമിതി അംഗങ്ങൾ, ചീഫ് ജഡ്ജസ്, മത്സരാവതാരകർ, ജഡ്ജസ്, മത്സരികൾ, റോൾ പ്ലേയേഴ്സ്, യോഗ പങ്കാളികൾ, സംഘാടകർ എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ വാർഷിക പ്രസംഗ മത്സരം ഭാവനീയം 2025 അതിന്റെ ആദ്യ ദിവസത്തിന് ഇന്ന് ഇവിടെ ഇപ്പോൾ സമാപനം കുറിക്കുമ്പോൾ ഇന്ന് ഈ വേദി മനോഹരമായ പ്രസംഗ മത്സരത്തിന്റെ സമാപന വേദി നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതിനൊരവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കേവലം ഒരു ക്ലബ്ബ് മാത്രമുള്ള കുവൈറ്റ് എന്ന രാജ്യത്ത് ഇത്തരമൊരു വലിയ മത്സരത്തിന് വേദിയാകാൻ സാധിക്കുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടോസ്റ്റ് മാസ്റ്റേഴ്സ് എല്ലാ സഹകരണവുമായി ഞങ്ങളെ സഹായിക്കുകയാണ് കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മുൻനിരയിൽ നിന്ന് അത് നേതൃത്വം കൊടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത്. അത് ചീഫ് ജഡ്ജിമാരായാലും അവതാരകരായാലും റോൾ പ്ലേയേഴ്സായാലും എല്ലാ സഹായവും അളവില്ലാതെ ഞങ്ങൾക്ക് ലഭിച്ചു. നിങ്ങളുടെ സമയത്തിനും സമർപ്പണത്തിനും ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും അത് കുറവായി പോകും. ഓരോ മത്സരാർത്ഥിയുടെയും വളർച്ചയും ആത്മവിശ്വാസവും ഈ വേദി ഇന്ന് സാക്ഷി വഹിച്ചു. ലോക മലയാള ടോസ്റ്റ് മാസ്റ്റർ സംഘടനയ്ക്ക് അതിന് നേതൃത്വത്തിന് ഇത്തരം വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ആന്തരികമായ വ്യക്തിത്വം വളർത്താൻ വഴിയൊരുക്കുന്നതിനെ അവരോടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയ മത്സരാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും ഇന്ന് വിജയികളാണ്. നിങ്ങളുടെ ധൈര്യവും ശ്രമവുമാണ് ഈ വേദിയെ ചൂടേറിയതും ചിന്തിപ്പിക്കുന്നതുമാക്കിയത്. പങ്കെടുത്ത എല്ലാവരും തീർച്ചയായിട്ടും മത്സരികൾ മാത്രമല്ല എല്ലാ പങ്കാളികൾക്കും ആത്മവിശ്വാസവും കരുത്തും നൽകുന്ന ഒരു വേദിയായിരുന്നു ഇന്ന് നമ്മൾക്കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പങ്കെടുത്തത് വെറും ഒരു മത്സരത്തിൽ മാത്രമല്ല, അത് ജീവിതത്തിലെ ആത്മവിശ്വാസത്തിനും ആത്മവിശകലനത്തിനും നൽകുന്ന ഒരു ഉത്സവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് ഞാൻ എൻ്റെ ചടങ്ങിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. മുഖ്യ അതിഥിയായി ഇന്ന് പങ്കെടുത്തത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. വളരെ പ്രശസ്തനായ അദ്ദേഹം നമ്മളെ വാക്കുകൾ കൊണ്ട് പ്രചോദരാക്കി. അത് നല്ല തുടക്കത്തിന് കാരണമായി. ഇന്നത്തെ യോഗത്തിന് നന്ദി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ അമരക്കാരൻ DTM ജോർജ് മേലാടൻ ഇന്ന് സാന്നിധ്യം കൊണ്ട് ഇന്ന് ഈ യോഗം നിയന്ത്രിച്ചു. അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അദ്ദേഹത്തോടൊപ്പം പ്രഗത്ഭരായ ഒരു കേന്ദ്ര കമ്മിറ്റി നമുക്കുണ്ട്. അവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. DTM രാഘവ മേനോൻ, DTM M നാരായണൻ, DTM നാഗരാജൻ, DTM സഫീർ മുഹമ്മദ്, DTM ദീപ സുരേന്ദ്രൻ, DTM ദിലീപ് കുമാർ, DTM അനിൽ വിദ്യാധരൻ, DTM പ്രമുഖ് ബോസ്, ടോസ്റ്റ് മാസ്റ്റർ അപർണ രനീഷ്, ടോസ്റ്റ് മാസ്റ്റർ ബീന ടോമി. ഇനി നമ്മുടെ യോഗ പങ്കാളികളിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ യോഗത്തെ മനോഹരമാക്കിയത് നമ്മുടെ യോഗ പങ്കാളികളാണ്. അവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടി നമുക്കിപ്പോൾ നൽകും. ടോസ്റ്റ് മാസ്റ്റർ അപർണ രനീഷ് ദയവായി നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഈ സമയത്ത് ഡിസ്പ്ലേ ചെയ്യാം. മുഖ്യ കാര്യകർത്താവായിരുന്ന നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ഷബീർ, അതുപോലെ തന്നെ കാര്യകർത്താക്കളായി വർക്ക് ചെയ്ത നവാസ്, അതുപോലെ തന്നെ ജിനു എബ്രഹാം, ഇവരോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതിമനോഹരമായ അവതരണത്തിലൂടെ ഇന്ന് നമുക്ക് വേദി കൈയടക്കിയത് ടോസ്റ്റ് മാസ്റ്റർ ശ്രീജ പ്രവീഷാണ്. അതിമനോഹരമായി അവതരിപ്പിച്ച് യോഗത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോയി ടോസ്റ്റ് മാസ്റ്റർ ശ്രീജ പ്രവീഷിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം ഓൺലൈൻ യോഗങ്ങളിൽ അതുപോലെ തന്നെ പ്രസംഗ മത്സരത്തിലും സൂം മോഡറേറ്റർമാർക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വളരെ വിദഗ്ധമായി അത് കൈകാര്യം ചെയ്തത് ഇന്ന് 3 ആളുകളാണ്. DTM ഡോൺ അശോകൻ, അപർണ രനീഷ്, DTM സഫീർ അഹമ്മദ്. ഈ 3 പേരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രസംഗ മത്സരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനത് പറയും ടൈമറാണെന്ന്.
അത്രമാത്രം ശ്രദ്ധ വേണ്ട, വളരെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട പങ്കാളികളാണ് ഈ ടൈമേഴ്സ്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സമയ നിരീക്ഷകരായിരുന്ന ടോസ്റ്റ് മാസ്റ്റർ ജസ്നീം സൊഹറ, ടോസ്റ്റ് മാസ്റ്റർ ഷൈൻ ഷാജി, ഇവരോട് രണ്ടുപേരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ മത്സരങ്ങൾ നിയന്ത്രിച്ച നമ്മുടെ മത്സര അവതാരകർ അതിമനോഹരമായ മത്സരങ്ങൾ നിയന്ത്രിച്ചു. യാതൊരു ആശങ്കകൾക്കും വഴി നൽകാതെയുള്ള മത്സരങ്ങൾ ആയിരുന്നു അവർ ചെയ്യുന്ന. മത്സര അവതരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായ. മത്സര അവതാരകരായ ടോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് സമീർ, അതുപോലെ തന്നെ അവലോകന പ്രസംഗത്തെ നിയന്ത്രിച്ച മോഹനചന്ദ്ര സാർ, DTM മോഹനചന്ദ്ര സാർ, രണ്ടുപേരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ടോസ്റ്റ് മാസ്റ്റർ രംഗത്തും പ്രസംഗകലയിലും അതിവിദഗ്ധരായ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു നമ്മുടെ ഇന്ന് മുഖ്യ വിധികർത്താക്കളായി നമ്മളോടൊപ്പം ഇന്ന് ഉണ്ടായിരുന്നത്. നർമ്മ പ്രസംഗ മത്സരത്തിലെ നമ്മുടെ മുഖ്യ വിധികർത്താവ് DTM ഷാജി ജനാർദ്ദനൻ, അതുപോലെ തന്നെ അവലോകന പ്രസംഗത്തിലെ നമ്മുടെ വിധികർത്താവായിരുന്ന DTM ദീപ സുരേന്ദ്രൻ, രണ്ടുപേരോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അവരുടെ നന്ദി പറഞ്ഞാൽ തന്നെ വിധി കർത്താക്കൾ എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ തയ്യാറെടുപ്പുകൾ മുതൽ മുഖ്യ ഉപദേശകരായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു. രണ്ടുപേരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അതിവിദഗ്ധമായ ഒരുപറ്റം ജഡ്ജസ് നമ്മുടെ വിധികർത്താക്കളോടൊപ്പം ഉണ്ടായിരുന്നു. അദൃശ്യമായി നമ്മളോടൊപ്പം അവരുണ്ടായിരുന്നു. എല്ലാ ജഡ്ജസ്മാരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മുഖ്യ വിധികർത്താക്കളെ സഹായിക്കാൻ നമുക്കൂടെ ഒരുപറ്റം ബാലറ്റ് കൗണ്ടേഴ്സ് ബാലറ്റ് കൗണ്ടർമാർ നമുക്കുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് അവരത് നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ബാലറ്റ് കൗണ്ടർമാരായ ടോസ്റ്റ് മാസ്റ്റർ പ്രതാപ് മോഹൻ, ടോസ്റ്റ് മാസ്റ്റർ അബ്ദുള്ള, ടോസ്റ്റ് മാസ്റ്റർ ബിനു, ടോസ്റ്റ് മാസ്റ്റർ കാന്തി എന്നിവരുള്ള നന്ദി അവസരം. അതിമനോഹരമായ ഒരു സുവനീർ ഇന്നിവിടെ പ്രകാശിപ്പിച്ചിരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ അപർണയാണ്. ടോസ്റ്റ് മാസ്റ്റർ അപർണ വളരെ ഭംഗിയായിട്ട് അത് കോർത്തിണക്കി വളരെ മനോഹരമായ സുവനീർ എന്ന് പ്രകാശനം ചെയ്തു. അതിന്റെ കോപ്പികൾ നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബാനർ മാർച്ച് ഇന്ന് നേതൃത്വം കൊടുത്തത് ടോസ്റ്റ് മാസ്റ്റർ റഷീദയാണ്. മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. ഒപ്പം ഈ ബാനർ മാർച്ച് കോർത്തിണക്കിയത് ടോസ്റ്റ് മാസ്റ്റർ ജിജു രാമൻകുളത്താണ്. രണ്ടുപേരോടുമുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ആതിഥേയരായ എൻ്റെ ക്ലബിന്റെ പ്രസിഡന്റ് ടോസ്റ്റ് മാസ്റ്റർ ഷബീർ, ഒപ്പം അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന എക്സ്കോ മെമ്പേഴ്സ്, സ്നേഹനിധികളായ ഞങ്ങളുടെ ക്ലബ്ബ് അംഗങ്ങൾ, അവരോടുള്ള പ്രത്യേക എല്ലാ സഹകരണവും നിന്ന് സഹായിച്ചത് അവരാണ്. അവരോടുള്ള പ്രത്യേക നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഏറ്റവും സീനിയർ അംഗം DTM പ്രമുഖ് ബോസ്, അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. എല്ലാ ഉപദേശവും നിർദ്ദേശവും നൽകി ഞങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. DTM പ്രമുഖ് ബോസിനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സമ്പർക്ക അധ്യക്ഷനായി ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഈ നമ്മുടെ പോസ്റ്ററുകളും ഒക്കെ നല്ല പബ്ലിസിറ്റി ഉണ്ട്. അതിന്റെ ഫലം നമുക്ക് കിട്ടി. വളരെ നല്ല പ്രാതിനിധ്യം നമുക്ക് ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നു. അതിന് സഹായിച്ച ടോസ്റ്റ് മാസ്റ്റർ പ്രശാന്ത് കവലങ്ങാടോടുള്ള പ്രത്യേക നന്ദി അവസരത്തിൽ പറയുന്നു. പിന്നീടുള്ളത് ഇതിന് നേതൃത്വം കൊടുത്ത ടോസ്റ്റ് മാസ്റ്റർ സുനിലാണ്, ഇന്നത്തെ ഈവന്റ് ചെയർ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം ഉത്തരവാദിത്തത്തോടും പക്വതയോടുമാണ് ഈ പ്രോഗ്രാമിന് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. നമ്മൾ പറയാറില്ലേ, ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് ജോലി ചെയ്തു എന്ന്. അത് അന്വർത്ഥമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും എല്ലാം സദസ്സിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഏറ്റവും സീനിയർ അംഗം DTM നാരായണൻ സാറ്, അദ്ദേഹത്തെ ഓർമ്മിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ വിദഗ്ധ ഉപദേശങ്ങളും ഇതിന്റെ ആദ്യ അവസാനം അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നുകൊണ്ടിരുന്നത് DTM നാരായൺ സാറാണ്. അതാത് സന്ദർഭങ്ങളിൽ അദ്ദേഹം ഞങ്ങൾ ഓരോ മെസ്സേജുകൾ നൽകി സഹായിച്ചു. അത് കുറച്ചൊന്നുമല്ല നമ്മളെ ഇതിന്റെ വിജയത്തിലെത്തിക്കുന്നതിന് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിന്റെ വിജയത്തിന്റെ ചാലക ശക്തിയായി അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകം അദ്ദേഹത്തിനുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ യോഗത്തില് വിവിധ ക്ലബ്ബുകളുടെ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ അതിഥികൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്ത അതിഥികൾക്കും ടോസ്റ്റ് മാസ്റ്റർമാരായ എല്ലാ അംഗങ്ങൾക്കും ഒറ്റ വാക്കില് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
ഈ വാർഷിക സമ്മേളനത്തിലും മത്സരത്തിനുമൊക്കെയായി ചെറുതും വലുതുമായി സഹായിച്ച മുഴുവൻ നമ്മുടെ യോഗ പങ്കാളികളെയും അതിന് സഹായിച്ച സംഘാടകരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയി ക്ഷമിക്കണം. എല്ലാവരും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇതോടുകൂടി ഭാവനീയം 2025 ഒന്നാം ദിവസത്തെ മത്സരങ്ങളും പരിപാടികളും ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു. നമ്മുടെ മീറ്റിംഗ് ഇവിടെ ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നുവെങ്കിലും നമുക്കൊരു അവലോകനങ്ങൾക്കുള്ള സമയമുണ്ട്. അത് നമ്മുടെ അടുത്ത ദിവസത്തെ യോഗങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ ഇടയാകും. അതുകൊണ്ട് താല്പര്യമുള്ള